ചിലപ്പോൾ ഒരാൾ സമ്മതിക്കാം, ഒരാൾ സമ്മതിക്കാതിരിക്കാം. അത്യാവശ്യം വാല്യൂ ഉള്ള പ്രോപ്പർട്ടിയാണ്. പക്ഷെ ആള് പെട്ടെന്ന് വന്ന് ഇയാൾ മരിക്കുന്നു. ആൾ ഓൾറെഡി അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഇതിലാണ് നിൽക്കുന്നത്, ആരുമില്ല. ഇതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു വലിയൊരു ഇത് വരുമ്പോൾ അവർ ഭയങ്കര ഇത് സിറ്റുവേഷനെ മാറിപ്പോയി. ബാങ്ക് ഇല്ലാതെ നമുക്കൊന്നും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആൻഡ് ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി ഡിജിറ്റൽ കറൻസി വേൾഡ് ഇൻ 2030. You won't have any physical currency in future. Yeah, absolutely. NRIs-ന് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ടാക്സ് റിലേറ്റഡ് എന്താ ചെയ്യേണ്ടത്? പ്രവാസി ടാക്സ് വെബ്സൈറ്റ് ആണോ? വെബ്സൈറ്റ് ആണ്. പ്രവാസി ടാക്സ് is an online platform. If you want to know your company, you should ask 3 people. Your customer, your employee and your investor. Okay. Customer പറയണം, employee പറയണം, investor പറയണം. Okay. Companies പറയണം. There are so many instruments are available in India. Is a beautiful place where you can do business. നമുക്ക് പല ഇന്ത്യ പോലത്തെ സ്ഥലത്ത് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു സ്ഥലമില്ല. You can do the similar business model in Dubai. എത്ര റിച്ച് ആണെങ്കിൽ ഞാൻ വില്ല എഴുതണം? That's a good question. Actually, that good question. 8 കമ്പനികൾ റൺ ചെയ്യുന്ന ഒരു ഓൺടർപ്രണർ ആണ് ഇന്നത്തെ വെൽക്കം ടു ക്ലബ് FM നൈസ് ടു മീറ്റ് യിലിരിക്കുന്ന മിസ്റ്റർ ശ്രീജിത്ത്. വെൽക്കം ടു ക്ലബ് FM. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. എങ്ങനെയോ 8 കമ്പനികൾ ഒരാൾക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ടീമുണ്ടെങ്കിൽ ഓടിച്ചു പോകാൻ പറ്റും. ആണോ? അപ്പോൾ എത്ര പേരുണ്ട് ടീമിൽ? ഒരു 68 റിസോഴ്സ് ഉണ്ട്. 68 പേരുണ്ട്. 8 കമ്പനീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് 8 കമ്പനീസ്? 8 കമ്പനീസ് ക്യാപിറ്റൽ എന്നാണ് മെയിൻ കമ്പനി. കൺസൾട്ടിംഗ് ഫേം ആണ്, ബിസിനസ് കൺസൾട്ടിംഗ് ഫേം ആണ്. പിന്നെ ഓരോ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കസ്റ്റമർ ആണ് നമ്മളെ സ്റ്റാർട്ട് ചെയ്തത്, ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല. ഓരോ സമയത്തും ഓരോരുത്തരും വന്ന് പറയും ആ ഡിമാൻഡ് കുറച്ചും കൂടിയും കൂടുതലാണ്, അതൊരു വലിയൊരു പെയിൻ ഏരിയ ആണ്, ആ പെയിൻ ഏരിയയിൽ ആരും ഇല്ല എന്ന് കാണുമ്പം ബേസിക്കലി ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. ക്ലയൻസിന് ഈ വിഷനും ഈ പറയുന്ന ഡ്രീമും കപ്പൽ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കാണുമ്പം ആ പൊട്ടൻഷ്യൽ ഞാൻ കാണുമ്പം ഐ സ്റ്റാർട്ടഡ് എവറി ന്യൂ വെഞ്ചർ. അങ്ങനെയാണ് ഓരോ ടൈമിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല. നമ്മൾ ബിസിനസ് കൺസൾട്ട് ചെയ്ത് നമ്മൾ തന്നെ കുറച്ച് സ്റ്റാർട്ട് ചെയ്തു. കൺസൾട്ട് ചെയ്യാനുള്ള ബിസിനസ് എനിക്കറിയാം, ഓപ്പർച്യൂണിറ്റികൾ കണ്ടു, അവിടെ റിക്വയർമെന്റ് നീഡും കണ്ടു. അങ്ങനെയാണ് ഓരോ സമയങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇത് എന്തൊക്കെ കൺസൾട്ട് ചെയ്യുന്ന കമ്പനീസ് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? 8 എണ്ണം. ഓക്കെ, ഒന്ന് ക്യാപിറ്റൽ ആണ്. മെയിൻലി ക്യാപിറ്റലിന്റെ അണ്ടറിലാണ്, ബാക്കിയല്ല. അല്ല, ഓരോന്നും ഓരോ ഇൻഡിപെൻഡന്റ് ആണ്, ഓരോന്നും അണ്ടറിലല്ല. ഓരോന്നും ഓരോ ഇൻഡിപെൻഡന്റ് കസ്റ്റമർ ബേസിലുള്ള കമ്പനികളാണ്. ഒന്ന് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബേസിക്കലി ക്യാപിറ്റൽ റിലേറ്റഡ് കൺസൾട്ടിങ്. ഒരു കമ്പനികൾക്ക് പ്രൊജക്റ്റിന് ഫണ്ടോ ഇൻവെസ്റ്റ്മെന്റോ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല ഇൻവെസ്റ്റർ എങ്ങനെ ഓൺ ബോർഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, എല്ലാവർക്കും അവരുടെ പ്രോഡക്റ്റ് വിൽക്കും, അവരുടെ സർവീസ് വെക്കും, പക്ഷെ അവരുടെ കമ്പനിയുടെ ഷെയർ വെക്കാൻ അറിയില്ല. അപ്പോൾ ഐ ക്രിയേറ്റ് ദാറ്റ് എക്സൈറ്റ്മെന്റ്, ഹൗ ടു സെൽ യുവർ കമ്പനി ഷെയർ ടു എൻ ഇൻവെസ്റ്റർ, ഹൗ യു ഓൺ ബോർഡ് എൻ ഇൻവെസ്റ്റർ. അപ്പോൾ ഒരു പ്രാക്ടിക്കലി ഞാൻ അത്യാവശ്യം കുറേ ഡ്യൂ ഡിലിജൻസ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി, ഈ പ്രൈവറ്റ് ഇക്വിറ്റി വെഞ്ചർ ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഈ സൈഡിൽ ആരും ഉണ്ടാവാറില്ല, ഈ കമ്പനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവാറില്ല. അങ്ങനെയാണ് ക്യാപിറ്റൽ എന്ന ഫേം ഞങ്ങളൊരു ക്യാപിറ്റൽ കൺസൾട്ടിംഗ് ആയിട്ട് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് പ്രൊഡോമിനറ്റ്ലി വെൽ ആൻഡ് ഗുഡ് നൈസ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു കമ്പനിക്ക് അവരുടെ ക്യാപിറ്റലിനെ കുറിച്ചുള്ള എല്ലാ കൺസൾട്ടിങ് ചെയ്യും, ഓൾ റിലേറ്റിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇപ്പം പ്രൊമോട്ടറുടെ സ്വെറ്റ് ഇക്വിറ്റി അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ സ്റ്റോക്ക് ഓപ്ഷൻ, ഒരു ബിസിനസ് പ്ലാൻ, വാല്യുവേഷൻ, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ മാത്രം പോരാ, ക്യാപിറ്റൽ അത് വളർത്താനും അറിയണം അല്ലേ, ഗ്രോ ചെയ്യണം ക്യാപിറ്റലിലെ. അതിനെ ഞങ്ങൾ ഫിനാൻഷ്യൽ കൺട്രോൾസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. സോ വി ഡോണ്ട് ഡു എ ടിപ്പിക്കൽ ഓഡിറ്റ് ഓർ ഇന്റർണൽ ഓഡിറ്റോ കംപ്ലയൻസ് അങ്ങനത്തെ വർക്കുകളൊന്നും നമ്മൾ ചെയ്യാറില്ല. അതാണ് ക്യാപിറ്റൽ തിങ്. ആൻഡ് ദെൻ 2020 ഐ സ്റ്റാർട്ടഡ് പ്രവാസി ടാക്സ്. കോവിഡ് ടൈമിൽ നമ്മളെല്ലാം വെറുതെ ഇരിക്കുകയായിരുന്നല്ലോ. അതാണ് രണ്ടാമത്തെ കമ്പനി പ്രവാസി ടാക്സ്, എക്സ്ക്ലൂസീവ്ലി ഫോർ NRIസിന് വേണ്ടി. ഞാൻ ബേസിക്കലി ഐ എം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്പെഷ്യലൈസ് ഇൻ ടാക്സ് ആൻഡ് ഫെമ, ദീസ് റെഗുലേറ്ററി. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്, ക്ലാസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കോവിഡ് ടൈമിൽ എല്ലാവരും വെറുതെ ഇരിക്കുകയാണല്ലോ. എവറി ഫ്രൈഡേ ഐ യൂസ് ടു ടേക്ക് ഒരു 9:30 10 o'clock ഐ ടേക്ക് എ ക്ലാസ്. സോ അറൗണ്ട് ഒരു 100-200 പേര് വരും, ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഒരു 12 രാത്രി 12 വരെ ക്ലാസ് എടുക്കും. സോ ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദ ടാക്സ് ഫെമ റിലേറ്റഡ് മാറ്റേഴ്സ് വെൻ ദേ ഡു ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ഇന്ത്യ. ഫെമ എന്ന് പറയുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, RBI. ഇപ്പോൾ ഒരു NRI ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് ഗവർണൻസ് മാനേജ് ചെയ്യുന്നത് ഫെമയാണ്. സോ നമുക്ക് രണ്ടുപേർക്കും വാങ്ങുന്നതും ചെയ്യുന്നതും വിൽക്കുന്നതും പോലെയും ഒരു NRIക്കും OCIക്കും PIക്കും ചെയ്യാൻ പറ്റില്ല. RBI കംസ്, ഫെമ കംസ് ടു ദ പിക്ചർ. സോ ദ റെഗുലേറ്ററി ലോസ്. അപ്പോൾ NRIസിന് ടാക്സിനെ കുറിച്ച് അത്രയും അറിയാനുണ്ടോ? ഒരുപാട്, എസ്പെഷ്യലി ഡോക്ടേഴ്സ്, എഞ്ചിനീയർ, ഹൈ ക്വാളിഫൈഡ് ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളാരും സ്കൂളിൽ പഠിക്കുമ്പോൾ ആരും തന്നെ ടാക്സ് പഠിക്കുന്നില്ല അല്ലേ. 10th വരെ ആരും പഠിക്കുന്നില്ല അല്ലേ. അത് കഴിഞ്ഞ് +2 നമ്മൾ ഓരോ സ്ട്രീം എടുത്ത് നമ്മൾ പോകുന്നു. ആ സ്ട്രീം എടുത്ത് പോയി കഴിയുമ്പം ഒരാൾ ഡോക്ടറാകുന്നു, ഒരാൾ എഞ്ചിനീയർ ആകുന്നു. ആരും ഈ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ടാക്സ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മണി റിലേറ്റഡ് ആയിട്ടുള്ള ലോ ആരും തന്നെ പഠിക്കുന്നില്ല. അപ്പം എൻ്റെ ക്ലയൻറ്റ് കൂടുതലും ഈ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സാണ്. അവർക്കൊക്കെ ഇപ്പം നമുക്ക് പല സബ്ജക്റ്റും വളരെ സിമ്പിളായ കാര്യങ്ങൾ
ഇപ്പോൾ TDS അല്ലെങ്കിൽ NRO, റിപ്പാട്രിയേഷൻ, ഇങ്ങനത്തെ ടേംസൊക്കെ വളരെ റുട്ടീനായിരിക്കും ബാങ്കിങ് പ്രൊഫഷണൽസിനും നമുക്കൊക്കെ. പക്ഷേങ്കിൽ ഒരു എഞ്ചിനീയർ അല്ലെ ഡോക്ടർക്ക് അവർക്ക് വളരെ വളരെ ഇത് വളരെ പുതുമയാണ്. എത്ര കേട്ടാലും മനസ്സിലാവും. കാരണം ഒരു 50ാമത്തെ വയസ്സിൽ പോയിട്ട് പുതിയൊരു ടെക്നോളജി കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ദഹിക്കില്ലല്ലോ. അത് തന്നെയാണ് നമ്മൾ വിചാരിക്കും ചില NRIs എന്ന് പറയുമ്പോൾ ചില രാജ്യങ്ങളിൽ ടാക്സും ഇല്ല, അല്ലെങ്കിൽ അവിടുത്തെ ടാക്സ് എസ്പെഷ്യലി ഗൾഫ്. അതെ, അപ്പൊ നമ്മൾ ടാക്സിനെ കുറിച്ച് വലിയ അറിയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കും. ടാക്സിനെ കുറിച്ച് അറിയേണ്ടത് എൻ്റയർ വെൽത്ത് ഈസ് ഇൻ ഇന്ത്യ, റൈറ്റ്? ഗൾഫിലുള്ള ആൾക്കാർ മുഴുവൻ സമ്പാദിച്ച് മുഴുവൻ ഇന്ത്യയിലാണ്. പ്രോപ്പർട്ടി ആയിട്ടും ഗോൾഡ് ആയിട്ടും ഷെയറിലും മ്യൂച്വൽ ഫണ്ടിലും അല്ലെ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ. നമ്മുടെ കേരളം മുഴുവനും ഫണ്ട് ചെയ്തിരിക്കുന്നത് NRIs അല്ലേ. NRIs ഇല്ലെങ്കിൽ ഇവിടെ ഫണ്ട് വരിക. അവർ ടാക്സ് കൊടുക്കുന്നത് ഇവിടെയാണ്. ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെയാണ്. കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് അവർക്ക് അറിയില്ല. ഈ പ്രോപ്പർട്ടി വിൽക്കുമല്ലോ. നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ടാക്സ് ഇല്ല, പക്ഷെ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റെന്റൽ ഇൻകം, ഇൻട്രസ്റ്റ് ഇൻകം, പ്രോപ്പർട്ടി സെയിൽ, ക്യാപിറ്റൽ ഗെയിൻ, അതിനൊക്കെ ഇവിടെ ടാക്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് അറിയാതെയാണ് ട്രാൻസാക്ഷൻ നടത്തുക. അത് ഇറ്റ്സ് എ വലിയ ടോപ്പിക്കാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1200 ഓഡ് ക്ലയൻസ് ഉണ്ട് നമുക്ക്. കൂടുതലും മലയാളികളല്ല കേട്ടോ. കാരണം മലയാളികൾക്ക് ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമ്പോൾ കാണാൻ പറയും, നമുക്ക് വലിയ ടെൻഷൻ ഒന്നും ഇല്ല. കാരണം ഇത്രയും റിസ്ക് എടുക്കുന്ന ആൾക്കാർ വേറെ എവിടെയും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പക്ഷേ ഈ എസ്പെഷ്യലി തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ അല്ലെങ്കിൽ നോർത്ത് സൈഡിലൊന്നും they never take risk. ഓക്കെ, ജസ്റ്റ് ഫോർ NRIസിന് അറിയാൻ വേണ്ടിയിട്ട്, ഞാൻ ഇപ്പോൾ ഒരു NRI ആണെങ്കിൽ അല്ലെങ്കിൽ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന, പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ എപ്പം ഈ ടാക്സിനെ കുറിച്ച് അറിയാൻ ബാധ്യസ്ഥനാണ്? The moment I started earning income from India. Okay. ഞാൻ എപ്പോഴാണോ ഇൻകം ഏൺ ചെയ്യുന്നത് തുടങ്ങുന്നത് അപ്പം മുതൽ ഞാൻ ടാക്സിനെ കുറിച്ച് അറിയണം ഇന്ത്യയിൽ നിന്ന്. അപ്പം ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് എനിക്ക് കാശ് വരുന്ന സമയത്ത് ഈവൻ ഒരു ഡെപ്പോസിറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു 50 ലക്ഷം 20 ലക്ഷത്തിൻ്റെ NRI ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലേ, അപ്പം മുതൽ നിങ്ങൾ ടാക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ 80 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ആസ് എൻ FD ബാങ്കിൽ. FD ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പം ബാങ്ക് ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ തന്നെ ഈ വ്യക്തിക്ക് നോട്ടീസ് വരും. ചോദിക്കുന്നത് ഈ 50 ലക്ഷത്തിന്റെ FD നിങ്ങൾ എങ്ങനെ ചെയ്തു എന്നാണ്. അതിന്റെ സോഴ്സ് അറിയണം. അവർക്ക് ദർ ഇസ് നോ ഡാറ്റ. ഇവിടെ എവിടെയും ഡാറ്റ ഇല്ല. ഒരു വ്യക്തി NRI ആണെന്ന് ഇവിടെ ഡാറ്റ ഇല്ല. നിങ്ങൾ ഫയൽ ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ NRI ആണ്. അപ്പോൾ NRI എന്ന് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ആരും ചെയ്യാറില്ല. ദാറ്റ്സ് എ ഫാക്ട്. അതായത് ഇന്ത്യയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 9 crore ആൾക്കാരുടെ അടുത്ത് TDS പിടിക്കുന്നുണ്ട്. ഇതിലാകെ ഒരു 7 കോടിയുടെ ആൾക്കാർ മാത്രം റിട്ടേൺ ഫയൽ ചെയ്യുന്നുള്ളൂ. 2 കോടി പേര് റിട്ടേണേ ഫയൽ ചെയ്യുന്നില്ല. സോ ദാറ്റ് മീൻസ് ആ റീഫണ്ട് നമുക്ക് കിട്ടില്ല. TDS അതിൽ കൂടുതൽ NRIs ആണ്. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 30% TDS പിടിക്കും ബാങ്കിൽ നിന്ന്. ഇത് ക്ലെയിം ചെയ്താൽ നമുക്ക് റീഫണ്ട് കിട്ടും. സോ ഞാൻ ഈ വിഷയത്തെ കുറിച്ചിട്ട് 1 മണിക്കൂർ ക്ലാസ് എടുക്കും. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു NRI എന്ന് വിചാരിക്കാം. ഞാൻ ഇപ്പോൾ ഗൾഫിൽ പോയി വർക്ക് ചെയ്താൽ ഞാൻ ഓട്ടോമാറ്റിക്കലി NRI ആവില്ലല്ലോ? ആവും. എംപ്ലോയി ആയി കഴിഞ്ഞാൽ NRI ആവും. അണ്ടർ FEMA യു ബിക്കം എൻ എംപ്ലോയി. ദ മൊമെന്റ് നമ്മളൊരു ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകുന്നു ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്, ഫോർ എനി അതർ പർപ്പസ്, യുവർ ഇന്റൻഷൻ, നമ്മുടെ ഉദ്ദേശം അവിടെ പുറത്ത് താമസിക്കുന്നത് അൺസർട്ടൻ പീരീഡ് ആണെങ്കിൽ യു ബിക്കം എൻ NRI. ഓക്കെ, അപ്പം ഞാൻ കാശ് ഇവിടുത്തെ ഇന്ത്യൻ ബാങ്കിൽ ഇടുന്നുണ്ടെങ്കിൽ, സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. മാൻഡേറ്ററി ഷുഡ് ഫയൽ റിട്ടേൺ. അതെ, അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഇതിൻ്റെ അവയർനെസ് അറിയാത്തതുകൊണ്ടാണ്. എസ്പെഷ്യലി അറിയുമ്പോഴാണ് അവരത് സീരിയസ് ആയിട്ട് എടുക്കുക. ഇവൻ പ്രോപ്പർട്ടി വാങ്ങുന്നു അല്ലെ, ഇവിടെ എത്രയോ പേര് പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ കേട്ടോ NRIയുടെ കേസ് പോലെ തന്നെ ഇവിടുത്തെ റെസിഡൻറ്റ് ദുബായിൽ ഗോൾഡൻ വിസയ്ക്ക് ഫ്ലാറ്റുകൾ വാങ്ങിക്കുന്നുണ്ട്, വീട് വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ്. അവർക്കറിയില്ല ഇവിടുത്തെ കംപ്ലയിൻസ് എന്താണെന്ന്. They comes under the Foreign Asset Investigation Unit, FAIU എന്ന് പറയുന്ന സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. If you don't report, you will become മറ്റേ കൺസീൽമെന്റ് ഓഫ് ഇൻകം. വേറെ ഇവിടെ രണ്ടുപേർക്കും ബാധകമാണ്. ഇൻകം ടാക്സ് ഇസ് വെരി 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 ഒരു പവർഫുൾ ഓർഗനൈസേഷനോ. അതിൻ്റെ ഒരു അവയർനെസ്സും അതിൻ്റെ ഒരു, അതായത് ഓൾമോസ്റ്റ് ഒരു 2500-4000 കോടിയാണ് ഗവൺമെൻറ് ഈ സിസ്റ്റത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. ദർ ഇസ് എ പ്രോജക്ട് ഇൻസൈറ്റ് ഈസ് ബീൻ അനൗൺസ്ഡ് ഇൻ 2017. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്നത്. ടുമോറോ യുവർ UPI ഓൾസോ ബീൻ അണ്ടർ ദ ഇൻകം ടാക്സ് സ്കാനർ. നമ്മൾ വാട്ട് എവർ വി സ്പെൻഡ്, കാരണം നമ്മൾ 5000, 4000, 6000 എന്നല്ലേ സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. ദേ വിൽ ട്രാക്ക് ഓൾ യുവർ സ്പെൻഡ്. അല്ലേ, ഓൾ യുവർ സ്പെൻഡ് യു നീഡ് ടു ജസ്റ്റിഫൈ ഫ്രം വെർ യു ഗോട്ട് ദിസ് മണി. കാരണം ദാറ്റ് സ്പെൻഡ് ഈസ് നോട്ട് മാച്ച് വിത്ത് യുവർ ഇൻകം. കാരണം നമ്മൾ കാണിക്കുന്നത് ഇൻകം ചിലപ്പം നമ്മൾ 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം റിട്ടേൺ ഫയൽ ചെയ്യും അല്ലേ. പക്ഷേ ഒരു വ്യക്തിയുടെ ചിലവ് ചിലപ്പോൾ ഒരു വർഷം 1 കോടി ആയിരിക്കും സ്പെൻഡ് വൈസ് അല്ലേ. ദ സ്പെൻഡ് ആൻഡ് ഇൻകം വാട്ട് യു ഡിക്ലെയർ വോണ്ട് മാച്ച്. യു നീഡ് ടു ജസ്റ്റ് സബ്സ്റ്റാൻഷിയേറ്റ് ഫ്രം വെയർ ദ സോഴ്സ്. നമുക്ക് ബേസിക്കലി നമുക്ക് നമ്മുടെ ബാങ്കിൽ വരുന്ന ഒരു പൈസ ഉണ്ടല്ലോ, ഒന്നിക്കത് ലോൺ ആയിരിക്കും, എല്ലാം ഇൻകം ആയിരിക്കും. അല്ല, ഐദർ ഇൻകം ഐദർ ലയബിലിറ്റി. യു നീഡ് ടു ജസ്റ്റിഫൈ ദീസ് 2 തിങ്സ്. അല്ല, വാങ്ങിയ പൈസ സോഴ്സ് ലോൺ എടുക്കും. ഇപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് എനിക്ക് പറയാം ലോൺ കുഴപ്പമില്ല, പക്ഷേങ്കിൽ ഇൻകം പലപ്പോഴും കാണിക്കാറില്ല. നമ്മുടെ ബാങ്കിലാണല്ലോ ഇപ്പം ടെക്നിക്കലി ബാങ്ക് ഇല്ലാതെ നമുക്കൊന്നും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആൻഡ് ഇന്ത്യ ഇസ് ഗോയിങ് ടു ബി ഡിജിറ്റൽ കറൻസി വേൾഡ് ഇൻ 2030. You won't have any physical currency in future. Yeah, absolutely.
യു വിൽ ഫൈൻഡ് ഓൾ ദ RBI വിൽ അനൗൺസ് എ ഡിജിറ്റൽ കറൻസി. ഇപ്പോൾ എവിടെയാണ് നോട്ട്സ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? റാഫി ഇപ്പോൾ എത്ര കാലമായിട്ട് നോട്ട് ഒരുപാട് കാലമായി അല്ലേ? വേറെ പൈസ എടുത്ത് പോക്കറ്റിൽ സൂക്ഷിച്ചിട്ട് ഒരുപാട് കാലമായി. നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ് ഫ്യൂ ടൈംസ് ബാക്ക്. ഒരു പത്തനംതിട്ട ഒരു സ്ഥലത്ത് പോയപ്പം ചായ കുടിച്ചപ്പം എനിക്ക് നോർമലി ഐ ഡോണ്ട് ക്യാരി മണി, ഒരു 500-200 നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ച് കൊടുക്കാൻ കറൻസി ഇല്ല. ദേ ഡോണ്ട് ഹാവ് എനി UPI. ദാറ്റ് ഹോൾ സിസ്റ്റം ദാറ്റ് അവിടെ ടൗണിൽ എവിടെയും തന്നെ UPI ഇല്ല. ആരും UPI വാങ്ങിക്കും, ചിലർ വേണ്ടെന്ന് വെക്കും. അപ്പം പറയും എൻ്റെ കയ്യിൽ ഇല്ലാന്ന് പറയുമ്പോൾ UPIയുടെ ഇതെടുത്തിട്ട് സ്കാൻ എടുത്ത് വളർക്കണം. ദാറ്റ്സ് മൈ സെക്കൻഡ് കമ്പനി. ഓക്കെ. അല്ല, അപ്പോൾ ഈ NRIസിന് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ടാക്സ് റിലേറ്റഡ് എന്താ ചെയ്യേണ്ടത്? പ്രവാസി ടാക്സ് വെബ്സൈറ്റ് ആണ്. പ്രവാസി ടാക്സ് ഇസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആൻഡ് അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്. നോർമലി എന്തുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കാൻ കാരണം, ഒരു ഇന്ന് ടാക്സ് ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് സബ്ജക്ട്. ഇറ്റ് ഇസ് നോട്ട് ഇൻകം ടാക്സ് ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് സബ്ജക്ട്. കാരണം ഞാൻ ഇത് സ്പെഷ്യലൈസ് കൊണ്ട് എനിക്കറിയാം. വളരെ ഫ്യൂ ചാർട്ടേഡ് അക്കൗണ്ട് ആക്ച്വലി സ്പെഷ്യലൈസ് ആൻഡ് പ്രാക്ടീസ് ഇൻ ഇൻകം ടാക്സ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളിപ്പോൾ ഒരു ദുബായിലെ ഒരു മറ്റേ US ഒരാൾ ഐ വാണ്ട് ടു സെൽ എ പ്രോപ്പർട്ടി, ഐ വാണ്ട് ടു ബൈ എ പ്രോപ്പർട്ടി, ഐ വാണ്ട് ടു റിന്യൂ ആസ് മേ ബി എ ഡിമാറ്റ് അക്കൗണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വെൻ ദേ ഗൂഗിൾ ദേ ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഇന്ന് ഇൻഫർമേഷൻ ഈസ് ടു മച്ച് അല്ലേ? പക്ഷേ ഇൻഫർമേഷൻ ഈസ് നോട്ട് എക്സാക്ട്ലി സ്പെസിഫിക്കലി റെലവൻറ്റ് ഫോർ NRI. അയാൾക്ക് അതറിയാൻ പറ്റത്തില്ല, ഇത് എൻ്റെതാണോ എന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെയാണ് ദിസ് കോൺസെപ്റ്റ് ആക്ച്വലി ഡെവലപ്ഡ് വന്നിട്ട് വട്ട് എവർ യു സി എ കണ്ടന്റ് ഓൺ പ്രവാസി ടാക്സ് ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ NRI പെർസ്പെക്ടീവ്. വട്ട് എവർ വി റൈറ്റ് ഓൺലി ഫ്രം എ NRI, വി കൺസിസ്റ്റൻ്റ്ലി റൈറ്റ് ആർട്ടിക്കിൾസ് ഓൺ ദ സബ്ജക്ട്. അത്യാവശ്യം വി ഹാവ് ദ കൈൻഡ് ഓഫ് എ റീച്ച്. അപ്പം അതാണ് ഒരു ഞങ്ങളുടെ ഒരു സൂപ്പർ സെക്കൻഡ് കമ്പനി. പിന്നെ ഇത് രണ്ടും ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് റിസോഴ്സിനെ കിട്ടുന്നില്ല കേരളത്തിൽ. ടാലന്റിനെ കിട്ടാൻ ഭയങ്കര പണി. ക്ലാസ് എടുക്കാനോ? അല്ലല്ല, ജോലി നമുക്ക് ജോലി ചെയ്യാൻ ആൾ കിട്ടുന്നില്ല. ക്ലയന്റ് ഉണ്ട്, വർക്കുണ്ട്, പക്ഷെ നമുക്ക് റിസോഴ്സിനെ കിട്ടുന്നില്ല. അപ്പോൾ ഈ പണി അറിയുന്ന ആളെ കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയ പണി കേരളത്തിൽ. കാരണം എല്ലാവർക്കും CV കൊണ്ടുവരുന്ന എല്ലാവരും പറയും എനിക്ക് പണി അറിയാമെന്ന്. അപ്പോൾ ആ ഒരു എലിമെൻ്റ് ആണ് നമ്മൾ മിസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ എല്ലാ ഓൺടർപ്രണേഴ്സിനും എനിക്ക് അത്യാവശ്യം വി ഹാവ് ഓൺടർപ്രണർഷിപ്പിൽ അത്യാവശ്യം നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്, ആർക്കും ഫിനാൻസ് മാനേജർ ഇല്ല കേരളത്തിൽ. എല്ലാവർക്കും അക്കൗണ്ടന്റ് ഉണ്ട്. ഈ റെക്കോർഡ് ചെയ്യാൻ വ്യത്യാസം. ഫിനാൻസ് മാനേജർ വിൽ ഗിവ് യു എ ഗൈഡൻസ് വന്നിട്ട് ഹൗ യു മാനേജ് യുവർ ഫിനാൻസ്. എൻ അക്കൗണ്ടന്റ് ഓൺലി റെക്കോർഡ് ആ ട്രാൻസാക്ഷൻ. ഈ ഓൺലി റെക്കോർഡ് വൗച്ചിങ് ചെയ്യും, റെക്കോർഡ് ചെയ്യും, ആരും റിപ്പോർട്ട് ചെയ്യില്ല. എനിക്ക് നാളെ 6 മാസം കഴിഞ്ഞ് ഈ കമ്പനി എവിടെ വീഴാൻ പോകുന്നു ഇയാൾക്ക് ആ വിഷൻ ഉണ്ടാവില്ല. വാട്ട് ഈസ് മൈ എക്സിസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ, വാട്ട് ഈസ് മൈ 3 months ക്യാഷ് ഫ്ലോ, വാട്ട് ഈസ് മൈ ബാലൻസ് ഷീറ്റ് പൊസിഷൻ, വാട്ട് ഈസ് മൈ പ്രോഫിറ്റബിലിറ്റി, എങ്ങനെയാണ് നമുക്ക് അടുത്ത ഫണ്ടിങ്ങിനേക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ദിസ് പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് വി ഷുഡ് നോട്ട് ബി ഡൂയിങ് സർ, വിൽ ബി ഇൻ ട്രബിൾ ദിസ് തിങ്. ആ ഇൻസൈറ്റ്സ് ഒന്നുമില്ല. ഇയാൾ മറ്റേ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഫോർ ഹിം ഇറ്റ്സ് ഓൺലി നമ്പേഴ്സ്. ഇപ്പം നമ്മുടെ ഒരു 2 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയുന്ന ഒരാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത്, സാർ ഒരു 2 ലക്ഷം രൂപ കൊടുക്കണം കേട്ടോ. ഹി ഹാസ് നോ ഐഡിയ വാട്ട് ഈസ് ദി 2 ലക്ഷം. ഫോർ ഹിം ഇറ്റ്സ് ഓൺലി നമ്പേഴ്സ്, ന്യൂമറിക്കൽ നമ്പേഴ്സ്, അല്ലാതെ അതിൻ്റെ മുകളിൽ വാല്യൂ ഇല്ല. പക്ഷേ ഒരു ഫിനാൻസ് മാനേജർ അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ ഓഫ് ദ 2.5 lakhs. ദാറ്റ്സ് എ ഡിഫറൻസ്. അങ്ങനെ ആരും കൊടുക്കണം വേണ്ടത് പുള്ളിക്ക് തീരുമാനിക്കാം. ഇത് ഇസ് ഇറ്റ് വൈസ് തിങ്സ് ടു ഡു ഓർ നോട്ട്, ഇഫ് ഡു വാട്ട് ഹാവ് ഹാപ്പൻ ടു മൈ കമ്പനി, ദാറ്റ് വിഷൻ ഇസ് എ ഫിനാൻസ് മാനേജർ. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എവിടെയും ഇല്ലാത്തത് കൊണ്ട് വി സ്റ്റാർട്ടഡ് സ്പെഷ്യൽ 40. That's my second company. Third company. Special 40. അങ്ങനെ പേരിട്ട് സ്പെഷ്യൽ 40, only 40 seats. ഓൺലി സ്പെഷ്യൽ. അപ്പം ഞങ്ങൾ ആ കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എൻ്റെ കഴിഞ്ഞ 1 വർഷത്തെ ഞങ്ങൾ മൊത്തം ടീമിൻ്റെ എഫേർട്ട് ഇട്ട് വി അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി റിക്വയർമെൻറ്റ് ഫോർ എ ഫിനാൻസ് മാനേജർ. അത് ക്യൂറേറ്റ് ചെയ്തു. അതായത് നമ്മൾ പഠിക്കുന്ന ഒരു 80% കണ്ടന്റ് നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നില്ല ലൈഫിൽ. വി നെവർ യൂസ് ഇറ്റ്. 20% ഓൺലി വി യൂസ്. 20% ആർക്കും അറിയില്ല. ഒരു ടീച്ചർക്കും ഫാക്കൽറ്റിക്കും അറിയില്ല ഈ 20% എന്താണ്. കാരണം നമ്മൾ എൻ്റെ 25 വർഷത്തിൽ ഞാൻ പഠിച്ചത് എനിക്കറിയാം എന്താണ് യൂസ് ചെയ്യുന്നത്. ആ യൂസ് ചെയ്യുന്ന സാധനം മാത്രം നമ്മളൊരു കണ്ടന്റാക്കി മാറ്റി. ദാറ്റ് ഈസ് എ കോഴ്സ് സ്പെസിഫിക്കലി ഫോർ ഫിനാൻസ് മാനേജർ ടു ബിക്കം എ ഫിനാൻസ് മാനേജർ. ഇറ്റ് ഇസ് നോട്ട് ഫിനാൻസ് മാനേജർ. വി ആർ ആക്ച്വലി ടേക്കിംഗ് മറ്റേ അത്യാവശ്യം കമ്മിറ്റ്മെൻ്റ് ഉള്ള കുട്ടികളെ നമ്മൾ ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വി ഹാവ് എക്സാമിനേഷൻ, ഒരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് നടത്തി BCom, MCom, CMA, ACCA ഗ്രാജുവേറ്റ്സ്. അതായത് ടിപ്പിക്കലി ഒരു കോഴ്സ് കഴിഞ്ഞാൽ ആർക്കും തന്നെ ട്രെയിനിങ് ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് കോഴ്സ് ഉണ്ട്. ഓൺലി ചാർട്ടേഡ് അക്കൗണ്ട് കോഴ്സ് only has got training. ബാക്കി ആർക്കും ട്രെയിനിങ് ഇല്ല. എല്ലാവരും കോഴ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ദേ റെഡി ഫോർ എംപ്ലോയ്മെന്റ്. അങ്ങനെ ഒരു എംപ്ലോയ്മെന്റിന്റെ ഒരു സ്കിൽ വേണമല്ലോ. വാട്ട് യു സ്റ്റഡി ഇൻ കോളേജ് ഓർ സ്കൂൾ വന്നിട്ട് വോണ്ട് ബി ഫിറ്റ് ഫോർ എംപ്ലോയബിലിറ്റി. അപ്പോൾ ഈ എംപ്ലോയ്മെന്റിന്റെ സ്കില്ലിന് വേണ്ടി ഞങ്ങൾ അവരെ ബിസിനസ് പഠിപ്പിക്കുന്നു. ഇൻകം ടാക്സ്, GST, ഇംഗ്ലീഷ്, ഗ്രാമർ, എക്സൽ, പ്രസന്റേഷൻ എങ്ങനെ ചെയ്യണം, പിച്ച് എങ്ങനെ ചെയ്യണം. സോ ഒരു ബ്യൂട്ടിഫുൾ കോഴ്സ്. ഒരു 2.5 months കൊണ്ട് ഒരു കുട്ടി, ഒരു BCom ഗ്രാജുവേറ്റ് 2.5 മാസം കൊണ്ട് അവൻ സ്വന്തമായിട്ട് പറയും ഞാൻ ഈ കമ്പനിയുടെ MD ആണ്, ഞാൻ ഇതിൻ്റെ ചെയർമാനാണ്, ഇതിൻ്റെ CFO ആണ്. മൈൻഡ് സെറ്റ് ചേഞ്ച്.
ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷനലി ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 685 സ്റ്റുഡൻസിനെ ഞങ്ങൾ സോഫർ ട്രെയിൻ ലാസ്റ്റ് 2 years. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇറ്റ്സ് എ ട്രെയിനിങ്, ഇറ്റ്സ് നോട്ട് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞങ്ങളുടെ കൺസൾട്ടിംഗ് ഫേമിന്റെ ഉള്ളിൽ ഞങ്ങൾ വി പുട്ട് എ ഫെസിലിറ്റി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്ലാസ് റൂം. ഒരു 40 സീറ്റ്സിലെ 2 ക്ലാസ് റൂം ഉണ്ട്. അല്ലേ, 1 year കോഴ്സാണ്? ഇല്ല 2 months കോഴ്സാണ്. 2 months ഉള്ളൂ. പക്ഷെങ്കിൽ വരണം, ഓഫ്ലൈൻ ആണ്, ടെസ്റ്റ് ഉണ്ട്, ഫോൺ അലൗഡ് അല്ല, താല്പര്യം വേണം, അതവിടെ ഫോക്കസ് വേണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ഇല്ല. പെട്ടെന്ന് വേണമെന്ന് പറയുമ്പം, കാരണം അങ്ങനത്തെ ഒരാളെ കിട്ടിയിട്ട് കാര്യമില്ല, ഒരു കമ്പനി കിട്ടിയിട്ട് കാര്യമില്ല. അപ്പം ഞങ്ങൾ ക്യൂറേറ്റഡ് ഫോർ കോർപ്പറേറ്റ്സ് ആണ്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ഇത് ക്യൂറേറ്റ് ചെയ്തത് അതാണ് തേർഡ് കമ്പനി. സോ ദാറ്റ് ഫിനാൻസ് മാനേജേഴ്സ് ആവാനുള്ള ട്രെയിനിങ്. അതെ, അതാണ് ഒരു തേർഡ് കമ്പനി. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഫോർത്ത് വൺ വി സ്റ്റാർട്ടഡ് ഓൺ ഈ പറഞ്ഞ കുട്ടികളൊക്കെ വരുന്നത് കേരളത്തിൻ്റെ പുറത്താണ്. ഓക്കെ. കോട്ടയം, കൊല്ലം, മട്ടന്നൂർ അവിടെ നിന്നൊക്കെയാണ്. എനിക്ക് കൺസൾട്ടേഷനുള്ളത് കൊച്ചിയിൽ മാത്രമാണ്. അപ്പോൾ ഈ മലപ്പുറത്തും കോട്ടയത്തുള്ള ക്ലയൻറ്റിനെ എറണാകുളത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഐ സ്റ്റാർട്ടഡ് അനദർ കമ്പനി കോൾഡ് ഫിൻടാക്സ്മാൻ. ഓക്കെ. ഫിൻടാക്സ്മാൻ, ഫിനാൻസ് ടാക്സ്മാൻ. സോ ഞാനാണ് ഈ ഫിൻടാക്സ്മാൻ. സോ ഐ ട്രെയിൻ ബിസിനസ് ഓണേഴ്സ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 30+ ഓണ്ടർപ്രണേഴ്സ് ആർ കമ്മിങ് ടു മൈ ഓഫീസ്. ഇവിടെ വൈറ്റില ഓഫീസിൽ വരും. അപ്പം ഞാൻ ഹൗ ടു ക്രിയേറ്റ് വാല്യൂ ഇൻ എ ബിസിനസ്, ഹൗ ടു റേസ് ഫണ്ട്, ഹൗ ടു റീഡ് ഫിനാൻഷ്യൽസ്, ചോദിക്കാൻ പറ്റിയ ആളാണ്. അതെ, ഞാൻ അത് ആ വിഷയത്തിനെ കുറിച്ച് ഞാൻ ഒരു 3 മണിക്കൂർ ക്ലാസ് എടുക്കും. അപ്പോൾ 3 മണിക്കൂറാണ് ക്ലാസ്. നമുക്ക് ചുരുക്കി ഇവിടെ പറയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ? ഇല്ല, ഇത് ബേസിക്കലി ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, ടാക്സ് എഡ്യൂക്കേഷൻ ഓണ്ടർപ്രണേഴ്സിന് ഇല്ല. ഒരു സ്കില്ല് വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബിസിനസ് ജേണി. പക്ഷേ മറ്റുള്ള സ്കില്ലും കൂടി അവർക്ക് വേണം. ഇവർ ഇല്ലാത്തത് കൊണ്ട് ഇത് മനസ്സിലാകാറില്ല പലപ്പോഴും. അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ എഫേർട്ട്. ഐ മേക്ക് ഇൻ എ വെരി ലേമൻ ലാംഗ്വേജ്, ദ വേ ദേ അണ്ടർസ്റ്റാൻഡ്. വളരെ സിമ്പിളായിട്ട് അത് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയറും എംപ്ലോയിയും ഒരേ ഫ്ലോറിൽ വരുന്നു. ഓക്കെ. ഇപ്പം നമ്മളിപ്പം 30ഓളം ഓണ്ടർപ്രണേഴ്സ് ഇന്ന് ഉച്ചയ്ക്ക് വരുമ്പം അവർ കാണുന്നത് ആ ക്ലാസ്സിൽ ഒരു ക്ലാസ് ഫോർമാറ്റിൽ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും ഇതെന്താ ഇവിടുത്തെ പരിപാടി എന്ന്. അപ്പോൾ ഞാൻ പറയും ഇവിടെ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ഹയർ ചെയ്ത് അവർക്കൊരു ജോലിയാണ്, എംപ്ലോയബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു എംപ്ലോയർ ഒരു ഫ്ലോറിൽ കൊണ്ടുവരേണ്ട ഫിൻടാക്സ്മാൻ, ദാറ്റ് ഇസ് ബിക്കം വെരി പോപ്പുലർ. ഫിൻടാക്സ്മാൻ അത്യാവശ്യം ഞാൻ ട്രെയിനിങ് എടുക്കാറുണ്ട്. എന്തൊക്കെയാണ് പഠിപ്പിക്കുക ഫിൻടാക്സ്മാനിൽ 3 മണിക്കൂർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വായിക്കണം ഒരാൾക്കും അറിയില്ല. ഒരു ഓണർക്കും എല്ലാവരും ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഡയറക്ടർ എന്നുള്ള പ്രൊപ്പറേറ്റർ എന്നുള്ള അവിടെ സൈൻ ചെയ്യുക ചെയ്യുന്നത്. നോ ഐഡിയ ആക്ച്വലി വന്നിട്ട് വാട്ട് ആർ ദീസ് ടേംസ്. ഈ ബാലൻസ് ഷീറ്റും പ്രിയൻ്റെല്ലാം എന്താണെന്നറിയത്തില്ല. എൻ്റെ ഓഡിറ്റർ ഉണ്ടാക്കി, എൻ്റെ ഫിനാൻസ് മാനേജർ ഉണ്ടാക്കി, ഞാൻ സൈൻ ചെയ്യുന്നു. ഒരാളും വായിച്ചു നോക്കാറില്ല. വിത്ത് മൈ എക്സ്പീരിയൻസ് ഒരാളും വായിക്കാറില്ല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കാരണം നോർമലി ഓണ്ടർപ്രണർക്ക് ഈ ചത്തതിൻ്റെ ജാതകം നോക്കാൻ താല്പര്യമില്ല. അതായത് ഇന്ന് ചിലവായത് ഓൾറെഡി കഴിഞ്ഞ് അദ്ദേഹം ഇന്ന് അത് അദ്ദേഹത്തിന് ഭയങ്കര പെയിനാണ്. ഒന്നിക്ക് നഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ലാഭമായിരിക്കും. അത് ലാഭമുണ്ട് പക്ഷേ ബാങ്കിൽ പൈസ ഉണ്ടാവില്ല. അന്നത്തെ അവസ്ഥയായിരിക്കും. ഇന്ന് പല പല കാര്യങ്ങളുണ്ടാവും. സോ ദേ ഓൾവേസ് മൂവ് ടുവേർഡ്സ് ഫ്യൂച്ചർ. അപ്പോൾ എന്നാലും ഇത് അറിയണം എന്താണ് ബേസിക് ലെവൽ. ബ്ലാങ്ക് ചെക്ക് സൈൻ ചെയ്യുന്ന പോലെ പാടില്ലല്ലോ. യു ഷുഡ് നോ. അതാണ് ഫിനാൻഷ്യൽസ് എങ്ങനെ പഠിച്ചത്. കുറച്ചും ഇത് മനസ്സിലാക്കിയാൽ ഞങ്ങളുടെ യുവർ ജേർണി ബിക്കം വെരി ഫാസ്റ്റ്. അതാണ് വ്യത്യാസം. ഓണ്ടർപ്രണേഴ്സ് ജേർണി ബിക്കം വെരി ഫാസ്റ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് ഒരുപാട് പോയി ഒരു സ്റ്റേജിൽ നിൽക്കുന്ന എനിക്കറിയില്ല ഫണ്ട് എങ്ങനെ റേസ് ചെയ്യണം. ഐ ഡോണ്ട് നോ ഹൗ ടു റേസ് ഫണ്ട്. ദാറ്റ്സ് ഓൾറെഡി ഐ എം ഡൂയിങ് കൺസൾട്ടിങ് ഓൺ ക്യാപിറ്റൽ. അതിൻ്റെ ഒരു കൺസൾട്ടിങ് തന്നെ വന്നിട്ട് ഒരു 3 മാസത്തെ 3 മണിക്കൂർ കോഴ്സായിട്ട് ഞാൻ പഠിപ്പിക്കുന്നു. അതാണ് ഈ ഹൗ ടു റേസ് വാല്യൂ, ഹൗ ടു ക്രിയേറ്റ് വാല്യൂ, പിന്നെ എങ്ങനെയാണ് SME ലിസ്റ്റിംഗ് എങ്ങനെ ചെയ്യണം, ലിസ്റ്റിങ്ങിൻ്റെ അവയർനെസ് കൊടുക്കുക. അതിൻ്റെ കൂടെ സക്സഷൻ പ്ലാനിങ് ഞാൻ ചെയ്യും. ഹൗ ടു റേസ് വാല്യൂ എന്ന് സാറിനോട് ഇപ്പോൾ ചോദിച്ചാൽ ബ്രീഫായിട്ട് എങ്ങനെ പറഞ്ഞുതരും? സോ യു ക്രിയേറ്റ് എ വാല്യൂ ഓൺ 6 പില്ലർ. ഫോർ എക്സാമ്പിൾ എംപ്ലോയി, കസ്റ്റമർ, ഇൻഫർമേഷൻ, റിസ്ക് മാട്രിക്സ്, പാർട്ട്ണർഷിപ്പ് ആൻഡ് റിലേഷൻഷിപ്പ് ആൻഡ് യുവർ സപ്ലൈ ചെയിൻ. ഇതൊന്നും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഇല്ല. ഇതൊക്കെ ഔട്ട്സൈഡാണ് വാല്യൂ. If you want to know your company, you should ask 3 people: your customer, your employee, and your investor. From their perspective, you should see the value. Not from my perspective. എൻ്റെ കമ്പനി സൂപ്പർ ആയിരിക്കും. ആ സൂപ്പർ ആണെന്ന് വേറെ 3 പേരെ പറയണം. ഞാനല്ല പറയണം. കസ്റ്റമർ പറയണം, എംപ്ലോയി പറയണം, ഇൻവെസ്റ്റർ പറയണം. കമ്പനി സൂപ്പർ ആണ്. ഈ 3 പേർക്കും വാല്യൂ പെർസീവ് ചെയ്താൽ മാത്രമേ കമ്പനിയുടെ അകത്ത് വാല്യൂ ഉള്ളൂ. അല്ലേ? ദാറ്റ്സ് കോൾഡ് ഇൻട്രിൻസിക് വാല്യൂ. യു ഹാവ് ടു ബ്രിങ് ഔട്ട് ദാറ്റ് വാല്യൂ ടു ഷോ ടു ദ അതർ പീപ്പിൾ. സോ ദ യു അട്രാക്ട് മോർ ടാലന്റ്, യു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ്, ദെൻ യു അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ്. ഇത് 3 പേരില്ലാണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് വാല്യൂ. ഇത് 3 മണിക്കൂർ ഈ ക്ലാസ്. അതാണ് നമ്മൾ ചുരുക്കി പറയാൻ പറ്റില്ല. ഫണ്ട് റേസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് സാർ? എന്താ പറഞ്ഞു കൊടുക്കുക? ഫണ്ട് റേസ് ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് യു ഷുഡ് ഹാവ് എ പ്രോപ്പർ ലീഗൽ സ്ട്രക്ചർ. ഇത് വന്നിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ കേരളത്തിൽ എല്ലാവരും പാർട്ട്ണർഷിപ്പ് ഫേമും LLPകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം പേഴ്സണൽ കടമാണ്. എല്ലാവരും കടത്തിലാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. യു ഷുഡ് ഹാവ് എ പ്രോപ്പർ ലീഗൽ സ്ട്രക്ചർ. യു ഷുഡ് നോ വന്നിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓർ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ തന്നെ ദർ ആർ സോ മെനി ഇൻസ്ട്രുമെൻറ്റ്സ് ആർ അവൈലബിൾ. ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ വന്നിട്ട് ഇക്വിറ്റി ഷെയറിൽ ഫണ്ട് എടുക്കാം, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറിൽ ഫണ്ട് എടുക്കാം, അല്ലെങ്കിൽ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയറിൽ ഫണ്ട് എടുക്കാം, കൺവേർട്ടബിൾ ഡിബഞ്ചർ. ദർ ആർ സോ മെനി ഇൻസ്ട്രുമെൻറ്റ്സ് ആർ അവൈലബിൾ. ഇന്ത്യ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് വെർ യു കൻ ഡു ബിസിനസ്. നമുക്ക് ഇന്ത്യ പോലത്തെ സ്ഥലത്ത് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു സ്ഥലമില്ല. യു കാൻ ഡു ദ സിമിലർ ബിസിനസ് മോഡൽ ഇൻ ദുബായ്.
ദുബായ് ഈസ് ഡിഫറെൻറ്റ്, കംപ്ലീറ്റ് ഡിഫറെൻറ്റ്. ദുബായിൽ LLC എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമാണ്. അവിടുത്തെ ഒരാൾ വേണം. അവിടുത്തെ അല്ല, പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റർ വന്നു കഴിഞ്ഞാൽ യു ഷെയർ പ്രോഫിറ്റ്. ഓക്കെ. ഇൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി യു നെവർ ഷെയർ പ്രോഫിറ്റ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ യു ക്രിയേറ്റ് റിസർവ്സ്, യു ക്രിയേറ്റ് ഗുഡ് വിൽ, യു ക്രിയേറ്റ് പ്രീമിയം. ഷെയർ പ്രീമിയത്തിൽ ഞങ്ങൾക്ക് ഫണ്ട് കൊണ്ടുവരാം. അതായത് എൻ്റെ കമ്പനിയിൽ ചിലപ്പം ടേൺ ഓവർ ചിലപ്പം 5 കോടിയായിരിക്കാം. ഐ ക്യാൻ റേസ് 50 crore വാല്യൂഷൻ പറഞ്ഞിട്ട് എനിക്ക് 10 കോടിക്ക് 20% ഷെയർ കൊടുത്ത് ഫണ്ട് കൊണ്ടുവരാം. ദാറ്റ് കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് നോട്ട് പോസിബിൾ ഇൻ ദുബായ്. ഓക്കെ. സോ സ്ട്രക്ചർ, ലീഗൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, കമ്പനിക്കകത്ത് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, കൺട്രോൾസ് ഉണ്ടായിരിക്കണം. ഞാൻ ബിസിനസ്സിൽ പറയുന്ന 4 എലിമെൻ്റാണ്. ഒന്ന് ക്യാപിറ്റൽ, ഒന്ന് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് മണി ക്യാപിറ്റൽ, ദെൻ പ്രോസസ്, ദെൻ യു ഷുഡ് ഹാവ് എ കൺട്രോൾ. ഓക്കെ. അപ്പോൾ പ്രോസസ്സ് വന്നിട്ട് യു ഗിവ് എ ക്ലാരിറ്റി വന്നിട്ട് ഹൂ വിൽ ഡു വാട്ട് എന്നതാണ് പ്രോസസ്. ക്ലിയർ ആയിരിക്കണം. ദെൻ യു ഷുഡ് നോ മെഷർ ദ പ്രോസസ് ഇസ് എ കൺട്രോൾ. കൺട്രോൾ എങ്ങനെയാണ്? Control is basically financial controls. Okay. And basically, if Ramesh is doing something, if Ramesh is not there for next 6 months, somebody should do that. People wait for Ramesh to come. Okay. കാരണം all the process being Rameshന്റെ information മൊത്തം തലയിലുണ്ടാവും. അങ്ങനെ ആവരുത്. It should be somebody. നാളെ സുരേഷ് വന്നാൽ നാളെ day 1 മുതൽ സുരേഷിന് അത് ചെയ്യാൻ പറ്റണം. That is the control. You hand over. രമേശിന്റെ പണി ചെയ്യാൻ പറ്റണം സുരേഷിന്. അതാണ് 4 കമ്പനീസ് പറഞ്ഞു. അടുത്ത് ഇതെല്ലാം ഫിനാൻസ് ആണ്. ആവശ്യങ്ങൾക്ക് ഓരോരുത്തർക്ക് വന്നതാണ്. ദെൻ ഒരു ചെറിയൊരു കമ്പനി ഫിൻടാക്സ് ജോബ് എന്നൊരു കമ്പനി വന്നു. HR കമ്പനി പോലെ ഒരു ഫിൻടാക്സ് ജോബ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, HR കമ്പനി. പിന്നെ സിക്സ്ത് വൺ ഈസ് ബേസിക്കലി ദ മാർക്ക് വെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്. സോ വി സ്റ്റാർട്ടഡ് അവർ ഓൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി. സെവൻത്ത് വൺ ഈസ് പ്രവാസി വെഞ്ചേഴ്സ് വി സ്റ്റാർട്ടഡ്. എസ്പെഷ്യലി ഫോർ NRIs നാട്ടിൽ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വി ഡെവലപ്പ് ദ ബിസിനസ് മാനേജ്മെന്റ് ഫോർ ദം. ഓക്കെ, അതാണ് പ്രവാസി വെഞ്ചേഴ്സ്. ആൻഡ് 8th one is ഫിൻടാക്സ് ബേ. ഫിൻടാക്സ് ബേ ഈസ് ബേസിക്കലി ഈ കംപ്ലൈൻസസ് ഉണ്ടാവുമല്ലോ, ഈ GST. നമുക്ക് ഒരുപാട് കുട്ടികളുണ്ട്, സ്പെഷ്യൽ 40 കുട്ടികളുണ്ട്. നമുക്ക് സ്പെഷ്യൽ 40യിൽ കുറച്ച് ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വി ആർ ആക്ച്വലി മാനേജിങ് ദ കംപ്ലൈൻസ് വർക്ക് ഓഫ് ദ കമ്പനീസ്. ഫിൻടാക്സ് ബേ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. ഫിനാൻസ്, ടാക്സ്, ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഡിവിഷൻസ് വന്നിട്ട് വി ക്യാൻ ഹാൻഡ് ഓവർ ഇറ്റ് ഫ്രം ദിസ് തിങ്. സോ ദാറ്റ് ഇസ് സംതിങ്. അവർക്കൊരു പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി, ഇറ്റ്സ് നോട്ട് എ റവന്യൂ ജനറേറ്റിംഗ്, അവർക്കൊരു പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫിൻടാക്സ് ബേ. ദ 9th one we are starting is a new one. തുടങ്ങാൻ പോണേ. അതാണ് സക്സഷൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്. ബ്രാൻഡ് ഈസ് വെരി കോൺഫിഡൻഷ്യൽ. വി സെഡ് ട്രൂ ലെഗസി. അതാണ് പേരിടാൻ പറ്റുന്നത്, ട്രൂ ലെഗസി. അതിനെക്കുറിച്ചാണ് ആക്ച്വലി നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സക്സഷൻ എന്ന് പറഞ്ഞ മലയാളത്തിൽ അനന്തരാവകാശം. സോഫിസ്റ്റിക്കേറ്റഡ് സെൻസിറ്റീവ് ടോപ്പിക്കാണ്. സെൻസിറ്റീവ് ടോപ്പിക്. ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെന്ന് വിചാരിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കാരണം എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രവാസി ടാക്സിൽ ഐ സ്റ്റാർട്ടഡ് ഇന്ററാക്ട് വിത്ത് ദിസ് NRI കമ്മ്യൂണിറ്റി. അപ്പം അത്യാവശ്യം ഞാൻ ഇമോഷണലി കൺസൾട്ട് ചെയ്യുന്ന ഒരാളാണ്. അത്യാവശ്യമായിട്ട് എല്ലാവരുമായിട്ട് വളരെ ക്ലോസ് കണക്ഷനാണ്. അപ്പോൾ ദേ സ്റ്റാർട്ടഡ് ഷെയറിംഗ് ദർ ക്ലയൻസുമായിട്ട്. അപ്പോൾ പേഴ്സണൽ ലെവൽ ദേ സ്റ്റാർട്ടഡ് ഷെയറിംഗ്. ബട്ട് ദേ കോൺഫിഡൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദേ ഷെയർ കോൺഫിഡൻഷ്യൽ ഡാറ്റ. അപ്പോൾ എനിക്ക് ഒരു 2022 ഐ തിങ്ക് ആഫ്റ്റർ കോവിഡ് ടൈമൊക്കെ ആ ഒരു പാനിക് സമയം കഴിഞ്ഞിട്ട് 2023 ഒരു കുട്ടി വിളിച്ചിരുന്നു ഫ്രം ഖത്തർ, നോർത്ത് ഇന്ത്യൻ. ആൾ പറഞ്ഞു, ആൾ ഖത്തറിൽ അവിടെ താമസിക്കുകയാണ്. എന്നോട് പറഞ്ഞു, സർ മൈ ഫാദർ പാസ്ഡ് ഡ്യൂറിങ് കോവിഡ് ടൈം 2020. വെരി വെരി റിസ്കി ആയ ആള്, ഒന്നും പറയില്ല. ഫാദർ ഉറപ്പായിട്ടും എന്തായാലും ഒരു 10-15 കോടിയുടെ FD ഉണ്ടാവും ഡെഫിനറ്റ്ലി. കാരണം വി ആർ വെൽത്തി റിച്ച്. എന്തായാലും 10-15 കോടിക്ക് FD ഉണ്ടാവും. വാട്ട് വി കെയിം ടു നോ, ഓൺലി വി നോ ദാറ്റ് ആക്ച്വലി ഒരു 65 lakhs FD in Canara Bank. We have no idea about the other informations. Is there any possibility to check whether ഫാദറിന് വേറെ ബാങ്കുകളിൽ FDO ഇൻവെസ്റ്റ്മെന്റോ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമോ? പാനും ആധാറും വെച്ച്. ദിസ് വാസ് എ സിമ്പിൾ ക്വയറി. ഐ തോട്ട് ഇറ്റ് വാസ് വെരി സിമ്പിൾ ക്വയറി. ഞാൻ ആധാറും വെച്ച് വേറെ ബാങ്കുകളുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ പറ്റുമോ? നാളെ നോക്കി പറ്റിയില്ല. ഇന്ന് കുറേ ഗവൺമെന്റ് 2025 കുറേ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ കൊണ്ടുവന്നു ഇതിന്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട്. അന്ന് ഉണ്ടായിരുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പം എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് നമുക്ക് ഒരുപാട് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് വരുവാണ് വെൻ വി ഗോ ടു ദാറ്റ് ഏരിയ. അവിടെ വന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ 2 lakh crore ഈസ് ആക്ച്വലി അൺക്ലെയിംഡ് മണി. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. 2 ലക്ഷം കോടി അൺക്ലെയിംഡ് മണി ഇന്ത്യയിൽ. ബാങ്ക്സിലാണുള്ളത്? അല്ല, ബാങ്കിൽ 67,000 കോടി. മ്യൂച്വൽ ഫണ്ട് ഉണ്ട് 25,000 കോടി. മ്യൂച്വൽ ഫണ്ട് ഷെയർസിലുണ്ട്, PPF-ലുണ്ട്. സോ ഇതൊക്കെ ആരുടെയാണെന്ന് അറിയില്ല. ആരോ ഇൻവെസ്റ്റ് ചെയ്തതും ക്ലെയിമിന് ആൾ വന്നില്ല. സോ നോമിനി ഈസ് നോട്ട് അവെയർ. ഓക്കെ. അപ്പോൾ നോമിനി ഈസ് നോട്ട് അവെയർ എന്ന് പറയുമ്പം എന്താണ് അതിൻ്റെ വരുന്ന വ്യത്യാസം? നോമിനിക്ക് അറിയില്ല അച്ഛൻ്റെയോ ഫാദറിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ ഹസ്ബൻഡിൻ്റെ പേരിൽ ഇങ്ങനെ പൈസ ഉണ്ടെന്ന്. കാരണം ഇത് പറഞ്ഞിട്ടില്ല, പറയാത്തതുകൊണ്ടാണ് അറിയാത്തത്. ഇപ്പം നമ്മുടെ പേരിൽ നാളെ ഒരു 5 ലക്ഷം രൂപ ഇങ്ങനെ ഒരു നോമിനി, ഞാൻ നോമിനിയാണ് 5 ലക്ഷം, നമ്മളെ ബാങ്കിൻ്റെ വാതിക്കൽ നിൽക്കില്ലേ രാവിലെ? അത് കഴിഞ്ഞിട്ടില്ല ഓഫീസിൽ വരത്തുള്ളൂ.
അപ്പൊ നോമിനിക്ക് അറിയാത്ത പൈസകളും ഉണ്ട് ഇതില്. നോമിനിന്ന് അതുകൊണ്ടാണ് അൺക്ലെയിംഡ്. ഇല്ലെങ്കിൽ ഞാൻ പോയി ചോദിക്കുമല്ലോ. ഈ 2 ലക്ഷം കോടി രൂപ എന്താവും ശരിക്കും ഗവൺമെന്റ് ആഫ്റ്റർ 10 years it will go to ഇത് ഞാൻ പറഞ്ഞ 10 ലക്ഷം കോടി is basically last 10 years data. Okay. Once the moment it moved to the 11th year it will go to the government. ഗവൺമെന്റ് ഓരോന്നിനും ഓരോ ഫണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ചാരിറ്റി ട്രസ്റ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. it will go to the government development thing. അപ്പോൾ ഗവൺമെന്റ് പറയുന്നത് 10 വർഷത്തെ മാത്രം നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതി, ഇത് ബാക്കി നിങ്ങൾ ഞങ്ങൾക്ക് തന്നോളൂ. ഇൻ കേസ് ഫ്യൂച്ചറിൽ ആരെങ്കിലും ക്ലെയിം കൊണ്ട് വന്നാണെങ്കിൽ യു ക്യാൻ ക്ലെയിം ഇറ്റ്. OP പോലെ നമുക്ക് ക്ലെയിം ചെയ്യാം. യു റിലീസ് ഇറ്റ്, വിൽ റീഇംബേഴ്സ് ഇറ്റ്. അതുപോലെ തന്നെ ഗവൺമെന്റ് കൊടുക്കാം. ഇഫ് യു മൊമെന്റ് യു ഫൗണ്ട് യു വിൽ ഗെറ്റ് മണി. പക്ഷേ ദ പ്രോസസ് ഇസ് റിയലി ഹെക്ടിക്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വിഷയം മനസ്സിലാക്കിയത്. അപ്പോൾ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ദെൻ ഐ ടുക്ക് എ സെഷൻ ഓൺ സക്സഷൻ പ്ലാനിങ് 4 years ബാക്ക്. വെരി ഗുഡ് റെസ്പോൺസ്. അതായത് എൻ്റെ ടാക്സിനെക്കാട്ടും വലിയ റെസ്പോൺസ് ആയിരുന്നു സക്സഷൻ പ്ലാനിങ്. ഓക്കെ, അത്രമാത്രം ക്വയരീസും കൺസേൺസും വന്ന സമയത്ത് ദെൻ നമുക്ക് ഏതൊരു വിഷയത്തിനെ കുറിച്ചും ജനങ്ങൾക്ക് ഈ ഒരു അറിയില്ല, കൺസേൺ ഉണ്ടെന്ന് പറയുമ്പോൾ ഐ ഗെറ്റ് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ സബ്ജക്ട്. എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സക്സഷനിൽ? ലോട്ട്സ് ഓഫ് തിങ്സ്. ഇറ്റ്സ് എ ബിഗ് ടോപ്പിക്. ലോട്ട്സ് ഓഫ് തിങ്സ് യു ഷുഡ് നോ. ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഈ സക്സഷൻ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യേണ്ട ഒരു മാൻഡേറ്ററി ആണ്. ഓക്കെ. നോർമലി സക്സഷൻ എന്ന് പറയുമ്പം ഇപ്പം നമുക്കറിയുന്നത് വില്ലുണ്ട്, നോമിനേഷൻ ചെയ്യുക. പൈസ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയോ? അങ്ങനെ ഉണ്ടോ? പൈസൻ്റെ മാത്രം ചെയ്തത്. ഞാൻ എപ്പോഴും പറയും നമുക്ക് ഹെൽത്ത് ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ. ഓക്കെ, കറക്റ്റ്. ഓൺലി ഫിനാൻഷ്യൽ വെൽത്ത് ഈസ് ട്രാൻസ്ഫറബിൾ. അല്ലേ? നമ്മുടെ വാല്യൂസിൽ വന്നു പറഞ്ഞാൽ അതൊക്കെ ട്രാൻസ്ഫർ ചെയ്തൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഓൺലി ഫിനാൻഷ്യൽ വെൽത്ത് ഈസ് ഓൺലി ട്രാൻസ്ഫറബിൾ ടു ദി പേഴ്സൺ. സക്സഷൻ എന്ന് പറഞ്ഞാൽ ഇന്നേരിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ അതിനെ നമ്മൾ നോർമലി എസ്റ്റേറ്റ് പ്ലാനിംഗ് എന്നാണ് പറയുക, അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ അർത്ഥമുണ്ട്. എസ്റ്റേറ്റ് എന്ന് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണ എസ്റ്റേറ്റ് ആണ്. റബ്ബർ എസ്റ്റേറ്റ്, ടീ എസ്റ്റേറ്റ്. മരിച്ച ആളുടെ പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് എസ്റ്റേറ്റ്. ഓക്കെ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ഈസ് കോൾഡ് എസ്റ്റേറ്റ്. അതുകൊണ്ട് നോർമലി ഈ പറഞ്ഞ സക്സഷൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ എസ്റ്റേറ്റ് പ്ലാനർ, അല്ലാണ്ട് മറ്റേ ഈ എസ്റ്റേറ്റ് അല്ല. അപ്പോൾ ഒരു വ്യക്തി മരിക്കുന്ന ഒരു സമയത്ത് 2 സ്റ്റാറ്റസിലാണ്. ഒന്ന് ടെസ്റ്റേറ്റ് ഡെത്ത്, ഇൻറ്റസ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റേറ്റ് ഡെത്ത്, ഇൻറ്റസ്റ്റേറ്റ് ഡെത്ത്. ടെസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ വില്ല് എഴുതിയിട്ട് അയാൾക്ക് ശേഷം എന്താകണം എന്ന അയാളുടെ ഇൻറ്റൻഷൻ വില്ല് എഴുതി കഴിഞ്ഞാൽ അതാണ് ടെസ്റ്റേറ്റ് ഡെത്ത്. ഇൻറ്റസ്റ്റേറ്റ് ഡെത്ത് എന്ന് പറഞ്ഞാൽ വില്ല് എഴുതാതെ മരിക്കുന്നതാണ് ഇൻറ്റസ്റ്റേറ്റ് ഡെത്ത്. അപ്പോൾ ഇൻറ്റസ്റ്റേറ്റ് ഡെത്ത് ആണ് കൂടുതലും. ഓക്കെ. 90 ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഓഡിയൻസിൽ തന്നെ ഇപ്പം കേൾക്കുവാണെങ്കിൽ 90% പീപ്പിൾ ആർ നോട്ട്. എല്ലാവർക്കും അറിയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വില്ല് റയലി സിനിമയിലൊക്കെ മാത്രമേ നമ്മൾ വില്ല് എന്ന് കേട്ടിട്ടുള്ളൂ. റിയൽ ലൈഫിൽ അങ്ങനെ വില്ല് അധികം ആൾക്കാർ എഴുതുന്നു എനിക്ക് തോന്നുന്നില്ല. ചെയ്യുന്നില്ല. ആൾക്കാർക്ക് അറിയില്ല. ഒന്ന് ഇത് വില്ല് എഴുതണം. ആരെഴുതണം? ബില്ല് നിങ്ങളാണ് എഴുതേണ്ടത്. ആരാണോ ഓൺ ചെയ്യുന്നത് അദ്ദേഹമാണ് ബില്ല് എഴുതേണ്ടത്. അത് എഴുതാൻ യു ഷുഡ് ഹാവ് എ കൈൻഡ് ഓഫ് ഒരു കൺസൾട്ടന്റ് ആവശ്യമുണ്ടാവും. എങ്ങനെ എഴുതണം, ആ പ്രോസസ്സാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ബില്ല് എങ്ങനെയും എഴുതാം, അതിന് ഫോർമാറ്റ് ഒന്നുമില്ല. എത്ര റിച്ച് ആണെങ്കിൽ ഞാൻ ബില്ല് എഴുതണം? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. ദാറ്റ് ഗുഡ് ക്വസ്റ്റ്യൻ. സി ഡിപ്പെൻസ്. റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 500 കോടി, 50 കോടി, 5 കോടി, 50 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം. ഈ ഓരോ ലെവലിലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, ഓരോ ലെവലിലും ആ വാല്യൂ ഓഫ് മണി ഫോർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പേഴ്സൺ. ആ ലെവലിൽ ഒരാൾക്ക് 5 ലക്ഷം എന്ന് അയാൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 5 ലക്ഷം 500 കോടിക്കും 5 ലക്ഷത്തിനും ഒരേ വിലയാണ് അയാളുടെ പെർസ്പെക്റ്റീവിൽ. ആ 5 ലക്ഷം ഉള്ള ആൾ നോക്കുന്ന എന്താണ്, ഈ 5 ലക്ഷം എൻ്റെ വൈഫിനും എൻ്റെ മകനും എൻ്റെ മകൾക്കും അല്ലെ എൻ്റെ പാരൻസിനും ഇത് കിട്ടണം എന്നുള്ളതാണ് എഷ്യൂർ ചെയ്യേണ്ടത്, അല്ലേ? അത് കിട്ടും എന്നുള്ളത് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്. അത് അതേപോലെ പോകണം എന്നില്ല എന്നുള്ളത് നിയമം. ഇതേപോലെ പോകണമെന്നില്ല, അല്ലേ? 5 ലക്ഷത്തിനൊന്നും പ്രശ്നം വരില്ല. നമുക്ക് ചെറിയൊരു വീട് വരുമ്പം പ്രശ്നം വരില്ല. ഇതെപ്പോഴും ഒരു എക്സ്ട്രാ ഒരു മണി എക്സ്ട്രാ തിങ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്തൊരു ലീഗൽ ഹയർ നമ്മുടെ കൂടെ വരുമ്പോഴാണ്. ലീഗൽ ഹയർ എന്ന് പറഞ്ഞാൽ എന്താ? ലീഗലി നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സമ്പത്തിനോ അവകാശമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതാരൊക്കെയാ? അത് റിലീജിയൻ വൈസ് ഹിന്ദുവിന് മാറും, ക്രിസ്ത്യന് മാറും, മുസ്ലിംസിന് മാറും. ഇതിലേതിലും ഇല്ലെങ്കിൽ ലീഗൽ എന്താ? ഇതിലേതുമില്ലാതെ ഒരാൾ ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഇന്ത്യയിൽ എല്ലാവരും ഏതിലെങ്കിലും ഒരാളുണ്ടാവും. എവിടെയും ഇല്ലെങ്കിൽ ഈ വിൽ കം അണ്ടർ ദ ഇന്ത്യൻ സക്സഷൻ ആക്ട്. ഇന്ത്യൻ സക്സഷൻ ആക്ട് കം ഫോർ ദ സ്പെഷ്യൽ മാരേജ് ആക്ട്. ഇപ്പോൾ ഒരു ഹിന്ദു ക്രിസ്ത്യനെ കല്യാണം കഴിക്കുന്നു, ഒരു ക്രിസ്ത്യൻ മുസ്ലിമിനെ കല്യാണം കഴിക്കുന്നു, ദേ വിൽ രജിസ്റ്റർ ഇൻ ദ സ്പെഷ്യൽ മാരേജ് ആക്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് കല്യാണം കഴിക്കുമ്പോൾ ഇന്ത്യൻ സക്സഷൻ ആക്ട് വരും. അതെന്താ? ഇന്ത്യൻ സക്സഷൻ ആക്ട് ഈസ് ബേസിക്കലി ഗവൺ ഫോർ മെയിൻലി ഫോർ ക്രിസ്ത്യൻസ്. ക്രിസ്ത്യൻസ് ഫോർ എക്സാമ്പിൾ ഞാനൊരു സിനാരിയോ പറയാം. ഒരു ക്രിസ്ത്യൻ ഫാമിലി, നോ ചിൽഡ്രൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നോ ചിൽഡ്രൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇഫ് സംതിങ് ഹാപ്പൻ ടു ദ ഹസ്ബൻഡ്, അപ്പോൾ വൈഫിന് ഐഡിയലി കിട്ടുന്നത് എന്താണ്? 100% കിട്ടേണ്ടതാണ്, അല്ലേ? വൈഫിന് ആകെ 50% കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് നിയമം. ബില്ല് എഴുതാത്തതുകൊണ്ട്. കാരണം ആള് മരിക്കുന്നത് കാരണം ബില്ല് എഴുതാത്ത സാഹചര്യത്തിലാണ് ഇത് നിയമം വരുന്നത്. ബില്ല് എഴുതി കഴിഞ്ഞാൽ വിൽ ഹാവ് എ ഡിഫറെന്റ് ഗവർണൻസ്. ബാക്കി 50% സിബ്ലിങ്സിന് പോകും.
ഓക്കെ. ഹസ്ബൻഡിന് പാരൻസ് ഉണ്ടെങ്കിൽ ഫാദർ ഉണ്ടെങ്കിൽ ഫാദറിന് പോകും. ഫാദർ ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫാമിലിയിൽ ഫാദർ ഇല്ലെങ്കിൽ ടെക്നിക്കലി മദറിനും സിബ്ലിങ്സിനും. നോർമലി ആ ഒരു ഏജിൽ പോകുമ്പം പാരൻസ് ഉണ്ടാവില്ല. ഒബ്വിയസ്ലി പാരൻസ് ഉണ്ടാവില്ല, ആളുടെ ഒരു ഏജ് വെച്ച് നോക്കുമ്പം പാരൻസ് ഉണ്ടാവും, പക്ഷേ സിബ്ലിങ്സ് ഉണ്ടാവും. ബാക്കി റിലീജിയൻസിൽ എങ്ങനെയാണ്? ബാക്കി റിലീജിയൻ ഫോർ എക്സാമ്പിൾ ഹിന്ദു വിൽ കം ഇൻ എ ഡിഫറെൻറ്റ് സിനാരിയോ. ഫോർ എക്സാമ്പിൾ ഹിന്ദു വരുവാണെങ്കിൽ ഇതേപോലെ മക്കളില്ല, വൈഫുണ്ട്, മദറുണ്ട്. വൈഫും മദറും ഈക്വൽ ഷെയറാണ്, 50-50. മറ്റേത് സിബ്ലിങ്സ് ആണ്, ഇത് മദറാണ് വരുന്നത്. മദറിന് ഈക്വൽ ഇൻഡിപെൻഡൻറ്റ് കപ്പാസിറ്റിയാണ്. ഓക്കെ. ക്രിസ്ത്യൻ ഫാമിലിയിൽ മക്കളുണ്ടെങ്കിൽ പാരൻസിന് റോളില്ല. ഓക്കെ. മക്കൾക്കാണ്, മക്കളും വൈഫുമാണ്. ഹിന്ദു റിലീജിയനിൽ അമ്മയുണ്ട്. മക്കളുണ്ടെങ്കിൽ മക്കൾക്കും കിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, മക്കൾക്കും വൈഫിനും അമ്മയ്ക്കും കിട്ടും. അത് എങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ? ഈക്വൽ 25-25 4 പേരുണ്ടെങ്കിൽ. 3 പേരാണെങ്കിൽ 33 ഈക്വൽ റേഷ്യോ. അപ്പോൾ ഹിന്ദുവിൻ്റെ ഒരു ചെറിയ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഹിന്ദു ഫീമെയിൽ മാരീഡ്, എന്നിട്ട് ചിലപ്പം ഹസ്ബൻഡ് മരണപ്പെടാം ഏർലി ഏജിൽ, ചിലപ്പോൾ കല്യാണം കഴിക്കാതെ ആൾ വിഡോവായിട്ട് തന്നെ താമസിക്കുന്നുണ്ടാവും. സെൽഫ് ഏൺഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ ആൾക്ക് ചിലപ്പം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഇൻ കേസ് ആൾ മരിക്കുകയാണെങ്കിൽ ലേറ്റർ the entire her assets is going back to the husband's legal heir. Okay. ഹസ്ബൻഡ്സിൻ്റെ ലീഗൽ എയർ നേരത്തെ പറഞ്ഞ അച്ഛൻ, അമ്മ, അവരുടെ സിബ്ലിങ്സ് അവരൊക്കെയാണ് വരുന്നത്. ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലേക്ക് പോകും. പക്ഷേ ഇത് ഒരുപാട് പേർക്ക് അറിയില്ല. ഓക്കെ. സോ നമുക്കൊരു വിഡോ ആയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് റൈറ്റ് എ വിൽ. കുട്ടികളില്ലാത്തവർ, സ്പെഷ്യൽ നീഡ് ചൈൽഡ്, മൈനേഴ്സ്, ഇവരെല്ലാവരും തന്നെ വില്ല് മാൻഡേറ്ററി ആയിട്ട് എഴുതണം. പക്ഷേ വിൽ ഈസ് നോട്ട് ദ ഓൺലി സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം റിലീജിയനിൽ വൈഫും ഉണ്ട്, മകളുമുണ്ട്. വൈഫും മകളും ഉണ്ടെങ്കിൽ വൈഫ് ഗെറ്റ് 12.5%. മുസ്ലിം വൈഫ് ഗെറ്റ് ഓൺലി 12.5%. ഒരു മകളാണെങ്കിൽ ഷീ ഗെറ്റ് ഓൺലി 1/3 of the full property. The balance will go to the husband's siblings. Okay. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്സ് സിബ്ലിങ്സിന് പോകുന്നതല്ല. ഇൻ കേസ് ഒരാൾ അത് NOC തരുന്നില്ല, ഒരാൾ അതുമായിട്ട് ആ ട്രാൻസാക്ഷനായിട്ട് അസോസിയേറ്റ് ചെയ്തില്ലെങ്കിൽ ദ ഹോൾ ട്രാൻസാക്ഷൻ വിൽ സ്റ്റോപ്പ്. ആ പ്രോപ്പർട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. പെൺകുട്ടികൾ ഇപ്പോൾ 2 പെൺകുട്ടികളുണ്ടെങ്കിൽ ഓൺലി ഗെറ്റ് 2/3 12.5%. ക്രിസ്ത്യൻ ഫാമിലി 50% മാത്രമേ റൈറ്റ്സ് ഉള്ളൂ. ആൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവില്ല. മറ്റുള്ള സിബ്ലിങ്സിന്റെ NOC വേണം. NOC രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോൾ അവരുടെ NOC ചോദിച്ചു. അവരുടെ NOC കിട്ടിയാൽ മതി. ആൾ ക്രിസ്ത്യനാണ്, അവരാരാന്ന് പോലും ചിലപ്പോൾ ബന്ധമില്ല. ഒരാൾ മാത്രമായിട്ട് ഇയാൾക്ക് ടോക്കിംഗ് ടേംസ് ഉള്ളത് ഒറ്റ ബ്രദർ മാത്രമേ ഉള്ളൂ. മറ്റേ 2 സിസ്റ്റർ ഉണ്ട്, 2 സിസ്റ്റർ ടോക്കിംഗ് ടേംസ് ഇല്ല. ഈ ടോക്കിംഗ് ടേംസ് ഇല്ലാത്തവരോട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഷീ ഗോട്ട് എ റിയലി പാനിക് ഇൻ ദർ. അപ്പം വക്കീലും എന്നോട് ചോദിച്ചു എന്താ ചെയ്യാം. ദ പോയിന്റ് ഇസ് നൗ യു ഹാവ് ടു കൺവേ ദ ഓൾ പീപ്പിൾ ഹാവ് ടു ബ്രിങ് ദ അണ്ടർസ്റ്റാൻഡ് തിങ്. ചിലപ്പോൾ ഒരാൾ സമ്മതിക്കാം, ഒരാൾ സമ്മതിക്കാതിരിക്കാം. അത്യാവശ്യം വാല്യൂ ഉള്ള പ്രോപ്പർട്ടിയാണ്. പക്ഷെ ആള് പെട്ടെന്ന് ഇയാൾ മരിക്കുന്നു, ആൾ ഓൾറെഡി അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഇതിലാണ് നിൽക്കുന്നത്, ആരുമില്ല. ഇതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു വലിയൊരു ഇത് വരുമ്പോൾ അവർ ഭയങ്കര ഇത് സിറ്റുവേഷനെ മാറിപ്പോയി. സോൾവ് ആയോ? ഇല്ലല്ല, ഡിസ്കഷൻ ഈസ് ഗോയിങ് ഓൺ ആസ് നമ്മളൊരു ഫാമിലി കൗൺസിലിംഗ് പോലെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് ഇതിൻ്റെ, കാരണം അവർക്കും അറിയില്ല പ്രശ്നം. ഇതിൻ്റെ എല്ലാം ചിലപ്പം വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടെയല്ല, ഒരാൾ കാനഡയല്ല. ആൾ വന്നാൽ ഇത് നടക്കത്തുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ NOCയിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ റിലീജിയനിലല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സക്സഷൻ ആക്ടിലേക്ക് പോകാൻ പറ്റുമോ അങ്ങനത്തെ സിറ്റുവേഷനിൽ? ആ റിലീജിയൻ അല്ല എന്ന് പറയുമ്പോൾ സക്സഷൻ ആക്ടിൽ പോകണമെങ്കിൽ ഒന്നുകിൽ ഞാൻ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ മാരീഡ് ആയിരിക്കണം, എന്നാലേ പോകുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുസ്ലിം ആയാലും യു ഹാവ് എ പേഴ്സണൽ ശരീഅത്തിലോ, നമ്മൾ ബൈ ബർത്ത് പ്രകാരം അല്ലെങ്കിൽ ബൈ മാരേജ് പ്രകാരമാണ് വരുന്നത്. അപ്പം യു ഹാവ് എൻ ഓപ്ഷൻ ടു ഗോ ഫോർ ദ സ്പെഷ്യൽ മാരേജ് ആക്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് പോയി കഴിഞ്ഞാൽ ദെൻ സക്സഷൻ ലോ വിൽ കം. അപ്പോഴും സക്സഷൻ ലോ എന്ന് പറയുമ്പോൾ വില്ല് എഴുതിയാൽ മാത്രമേ സക്സഷൻ ലോ വിൽ കം. അപ്പം ബില്ല് എഴുതാത്ത സിറ്റുവേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ വൈഫ് ഗെറ്റ് 50%, ബാലൻസ് 50% സിബ്ലിങ്സിന് പോകും. എൻഡ് ഓഫ് ദ ഡേ ഒരിക്കലും ഗവൺമെൻറ്റിനോ കോടതിക്കോ അറിയില്ല നിങ്ങളുടെ ഫാമിലി എന്താണെന്നല്ലേ. ഫാമിലിയുടെ സിറ്റുവേഷൻ അറിയുന്ന ഒരാൾ ആകെ ആ വീട്ടിൻ്റെ നാഥനാണ്, അദ്ദേഹത്തിന് മാത്രമേ അറിയൂ ഫാമിലി എന്താണെന്നല്ലേ. ആ ഫാമിലിയിൽ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പലപ്പോഴും ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ, നാളെ ചെയ്യാം. ഈ ഒരു വിഷയം എപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് നാളെ ചെയ്യാം എന്നാണ്. അപ്പോൾ ഞാൻ തമാശയ്ക്ക് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് കഴിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് എവറി ഹ്യൂമൻ ബിലീവ് യു ആർ എ ഇമ്മോർട്ടൽ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ഇമ്മോർട്ടലാണ്. അതുകൊണ്ടാണ് നാളെ ഉണ്ടല്ലോ, എഴുന്നേറ്റ് നാളെയും ദിവസമുണ്ട്, എന്നാലും നാളെ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ട്രൂ ലെഗസി എന്താ പറയുന്നത് ശരിക്കും? നമ്മൾ ബില്ല് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതണം, ആരെ കൊണ്ട് എഴുതിക്കണം? ട്രൂ ലെഗസി ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ആരെ കൊണ്ട് എഴുതുന്നതിനെക്കാട്ടും വളരെ ഇമ്പോർട്ടൻറ്റ് ഫാമിലിനെ ഇൻവോൾവ് ആക്കണം എന്നുള്ളതാണ് വിഷയം. ഫാമിലി ഷുഡ് ഇൻവോൾവ്. എങ്ങനെ? You have to inform we are writing will.
ഓക്കെ വാട്ട് വി ആർ ഡൂയിങ്. നോർമലി വില്ലാണ് ഏറ്റവും കൂടുതൽ ചാലഞ്ച് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് കോടതിയിൽ. പിന്നെ വില്ല് ഈസ് ഓൾവേസ് ബീൻ ചാലഞ്ച് ബിക്കോസ് വില്ല് എക്സിക്യൂട്ട് ആയി വരണമെങ്കിൽ യു നീഡ് ടു ഗെറ്റ് എ പ്രൊബേറ്റ് ഫ്രം ദ ഹൈക്കോർട്ട്. കോടതി പോയിട്ട് ഹൈക്കോർട്ടിൽ നിന്ന് പ്രൊബേറ്റ് എടുത്താൽ മാത്രം വില്ല് നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അതിനെ ഒരു ലീഗൽ വില്ല് എഴുതിയത് ഒരു ലീഗൽ ഡോക്യുമെന്റ് അല്ല, ഇറ്റ്സ് എ പീസ് ഓഫ് പേപ്പർ. വിൽ ബിക്കം എ ലീഗൽ ഡോക്യുമെന്റ് ഓൺലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ പേഴ്സൺ. മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ വില്ലിന് ലീഗൽ ഡോക്യുമെന്റ് ആവുന്നുള്ളൂ. ആ ലീഗൽ ഡോക്യുമെന്റിന്റെ അപ്രൂവൽ തരുന്നത് ഹൈക്കോടതിയാണ്. ദെൻ ആ പ്രൊബേറ്റ് എടുത്തിട്ടാണ് നമ്മൾ എക്സിക്യൂഷൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ പ്രോസസ്സിൽ പോകുന്ന സമയത്ത് ഹൈക്കോടതിയിൽ പ്രൊബേറ്റ് എടുക്കുന്ന സമയത്ത് ഒരു മകൻ പറയും ഇത് എൻ്റെ അച്ഛൻ എഴുതിയ വില്ലല്ല, മറ്റേ മകൻ പറയും ഇതാണ് അച്ഛൻ എഴുതിയ അവസാനത്തെ വില്ല്. ഇതാണ് ചാലഞ്ച്. അപ്പോൾ വില്ല് അച്ഛൻ എഴുതിയില്ല എന്നതാണ് ചാലഞ്ച് ചെയ്യുന്നത്. വില്ലിൻ്റെ കണ്ടന്റ് ആർക്കും ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വില്ലിൻ്റെ പ്രോസസ്സിൽ ഈ മക്കൾ ഇൻവോൾവ് ആവാത്തതുകൊണ്ടാണ്. മക്കളെ ഇൻവോൾവ് ആക്കുക, വൈഫിനെ ഇൻവോൾവ് ആക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലീഗൽ എയറിനെ ഇൻവോൾവ് ആക്കിയിട്ട് നിങ്ങൾ വില്ല് എഴുതും. വിൽ ഓൾവേസ് ബി. നമ്മുടെ ട്രൂ ലെഗസി അതിൻ്റെ റോൾ എന്താ അതിൽ? വി കൺസൾട്ട് ആക്ച്വലി ഹൗ ടു ഡു ദിസ് പ്രോസസ്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതും ഈ കൗൺസിലിംഗ് നടത്തണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ റീസെൻ്റ്ലി വി ആക്ച്വലി ബീൻ അഡ്വൈസിങ് എ മുസ്ലിം ഫാമിലി ഓൺ ഡെവലപ്പിംഗ് എ ട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ മൊത്തം ഫാമിലിനെ വീഡിയോ കോൺഫറൻസ് ഇട്ട് യൂസിലുള്ള മക്കളെയും വീഡിയോ കോൺഫറൻസ് ഈ എക്സ്പ്ലെയിൻ ദ ഹോൾ തിങ്. ബേസിക്കലി ഇതൊരു ഫാമിലി കൗൺസിലിംഗ് ആണ്. ഇതെന്തിനാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഐഡിയലി അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും ഇതൊക്കെ ചെയ്യുന്നത് ആരും അറിയാതെയാണ്. പക്ഷേ ഇപ്പോൾ ട്രൂ ലെഗസി എനിക്ക് തോന്നുന്നു ബില്ലിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും ചാലഞ്ചിൽ. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഇത് ആവശ്യമുണ്ടോ? കാരണം നമ്മൾ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഇതൊരു പെയിൻ ഏരിയ ആണ്. പെട്ടെന്നൊരു പെയിൻ വരുമ്പോഴാണ് ആൾക്കാർ പറയുന്നത് സീത്തെ നമ്മൾ ഇതൊന്ന് ചെയ്യണം കേട്ടോ, എനിക്കത് ഓർമ്മയുണ്ട്, അത് നമുക്കൊന്ന് വിളിക്കണം, നമുക്ക് സംസാരിക്കണം. എൻ്റെ അന്നത്തെ സെഷൻ അന്ന് കേട്ടിരുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം, സമയം കിട്ടില്ല, അടുത്ത ആഴ്ച നമുക്കൊന്ന് ഇരിക്കണം. ഇതെല്ലാം അടുത്ത ആഴ്ച, 1 മാസം 2 മാസം, ദേ ഓൾവേസ് പ്രൊലോങ്. ഒരു വളരെ ഫണ്ണി ആയിട്ട് ഒരു ഇൻസിഡൻറ്റ് പറയാം. എൻ്റെ ഒരു ക്ലൈൻ്റാണ്. നമ്മൾ ബില്ലിനെ പറ്റി സംസാരിച്ചു, എഗ്രിമെൻ്റ് എല്ലാം പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ബില്ല് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. ആൾ നാട്ടിൽ വന്നു. ആള് സത്യം പറഞ്ഞാൽ ആളോട് മറന്നുപോയി. ഞങ്ങളും ഒരു ലെവലിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും, കാരണം അവരുടെ ബില്ലാണ്, അവരാണല്ലോ ചിന്തിക്കേണ്ടത്. അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ പറയാം, എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റാത്തതിൻ്റെ ചലഞ്ച് ഞാൻ പറഞ്ഞുതരാം. ആള് സത്യം പറയാം എന്നെ 2 മാസം കഴിഞ്ഞിട്ട് ആൾ വിളിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ആൾ ഇൻ ബിറ്റ്വീൻ വന്നിട്ട് അമൃതയിൽ അഡ്മിറ്റ് ആയിരുന്നു. അമൃതയിൽ അഡ്മിറ്റ് ആയ സമയത്ത് ആൾക്ക് അഡ്മിഷൻ ഫോം സൈൻ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കൺസെന്റ് കൊടുക്കണമല്ലോ അഡ്മിഷൻ ഫോം. അപ്പോൾ വില്ല് സൈൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആൾക്ക് അന്നേരം പേടിയുന്നു വില്ല് സൈൻ. അപ്പോൾ ആൾ ഡിസ്ചാർജ് ആയിട്ട് ഞാൻ നേരെ അമൃതയിൽ പോയി. ആൾ പറഞ്ഞ് ശ്രീത്ത് വന്ന് പോകാൻ, ഞങ്ങൾ അമൃതയിലുണ്ടെന്ന്. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം കൺസെന്റ് ഒപ്പോഴും സമയത്ത് ശ്രീത്തിനെ ഓർമ്മിച്ചത്, എത്ര കാലമായി വില്ല് എഴുതണ വില്ല്, എനിക്ക് അപ്പോഴും വില്ല് നാളെ എനിക്ക് എഴുതാൻ പറ്റുമെന്ന്. ഇൻകപ്പാസിറ്റി ടൈം ആടും. സൗണ്ട് മൈൻഡ് ഉണ്ടായിരിക്കണം വില്ല് വാലിഡായിട്ട് എഴുതണമെങ്കിൽ. നമ്മൾ എല്ലാവരും നാളെ ചെയ്യാന്ന്. നമുക്ക് ഇപ്പം ദർ ഇസ് അനദർ സിറ്റുവേഷൻ വന്നിട്ട് ഒരു ക്ലയൻറ്റ് വില്ല് എഴുതാതെ ഇരിക്കുന്ന സമയത്ത് വൈഫ് പറഞ്ഞ് നമുക്ക് അദ്ദേഹത്തിന് വില്ല് എഴുതിപ്പിക്കും. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനോട് വില്ല് എഴുതിപ്പിച്ചാൽ വാലിഡ് ആവില്ല. ആൾ പിച്ചും പേ പറയുന്നത്. ആൾക്ക് തന്നെ ഓർമ്മയില്ല. നമുക്ക് സൗണ്ട് മൈൻഡ് ആയ വ്യക്തിക്കും കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ വില്ല് എഴുതാൻ പറ്റത്തുള്ളൂ. വില്ല് എന്താണ് ശരിക്കും? സാധാ പേപ്പറിലാണ് എഴുതുന്നത്? സാധാ പേപ്പറിലാണ് രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യണം. സാധാ പേപ്പറിൽ എഴുതുന്നതെന്ന് പറഞ്ഞാൽ എഴുതുന്ന സമയത്ത് ഏതൊക്കെ പ്രോപ്പർട്ടി എനിക്കുണ്ട്, ആർക്കൊക്കെ ഞാൻ കൊടുക്കുന്നു, ആർക്കൊക്കെ ഞാൻ കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ വില്ല് എഴുതുന്ന സമയത്ത് എനിക്ക് എൻ്റെ കുടുംബങ്ങളെ എല്ലാവരും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഇവരെല്ലാവരും എനിക്കറിയാം. ഞാൻ ഇവർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നു, ആർക്കും കൊടുക്കുന്നില്ല. ആർക്കും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ രത്തൻ ടാറ്റ വന്നിട്ട് ഒരു ഡോഗിൻ്റെ പേരിലും കൂടി വില്ല് എഴുതിയിട്ടുണ്ട്, ഒരു പോർഷൻ അല്ലേ. യു ക്യാൻ റൈറ്റ് വില്ല് ടു എനി പേഴ്സൺ. പിന്നെ ചെറിയൊരു പോർഷൻ ആ ഡോഗിനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പൈസ വന്നിട്ട് ഈ ഡോഗിനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് വില്ല് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വില്ല് ആരുടെ പേരിൽ എഴുതാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ വില്ല് എഴുതുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ കൂടി പ്രോപ്പർട്ടീസും കുറേ കൂടി ഞാൻ റിച്ച് ആയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അപ്പോൾ വില്ലിനെ പറയുന്നത് ആംബുലേറ്ററി എന്നാണ്. ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ വന്നിട്ട് വില്ലിൽ നമ്മൾ ഇന്ന് എഴുതുന്ന വില്ലിൽ ഫ്യൂച്ചറിൽ അസറ്റും കൂടി കവറാവും. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഇല്ല, അന്ന് ഞാൻ പറഞ്ഞത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞത് അന്ന് മരിച്ച സമയത്ത് ഇദ്ദേഹത്തിന് എന്തൊക്കെ എസ്റ്റേറ്റ് ഉണ്ടോ എന്നതാണ് സ്റ്റാറ്റസ് എടുക്കുന്നത്. അന്ന് ചിലപ്പോൾ വില്ല് എഴുതുന്നത് 40ാമത്തെ വയസ്സിലായിരിക്കും, 50ാമത്തെ വയസ്സിലായിരിക്കും. ഇദ്ദേഹം മരിക്കുന്നത് 86 വയസ്സിലായിരിക്കും. അല്ല, 86ാമത്തെ വയസ്സിൽ അന്ന് വില്ലെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ പ്രോപ്പർട്ടികളുണ്ടോ എന്തൊക്കെയുണ്ടോ എന്നാണ് സ്റ്റാറ്റസ് എടുക്കുന്നത്. ഐഡിയലി പീപ്പിൾ ക്യാൻ ആക്ച്വലി ഈ വില്ലിനെ നമുക്ക് കോഡിസിൽ എന്ന് പറഞ്ഞ് എഴുതാം. വില്ല് അമെൻഡ് ചെയ്യാം. നമുക്ക് പുതിയ ആർട്ടിക്കിളോ പുതിയ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയിട്ടാണോ അതിലേക്ക് ആഡ് ചെയ്യാം? ഒന്ന് ആഡ് ചെയ്യാം. ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, കവർ ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും അഡീഷണൽ വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആഡ്. ചിലപ്പം നമ്മുടെ ഈ കോഡിസിൽ എന്ന് പറയുമ്പം ആദ്യം മൂത്ത മകൻ്റെ പേരിൽ ഇത്ര എഴുതിയിട്ടുണ്ടാവും, രണ്ടാമത്തെ മകന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ കുറേ കഴിയുമ്പം മക്കളുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ചിട്ട് മൂത്ത മകൻ്റെ റേഷ്യോ കുറയ്ക്കാം, അല്ലെങ്കിൽ ചെറിയ മകൻ്റെ വേറെ പുതിയ ഒരാളെ നമുക്ക് കൊണ്ടുവരാം. യു ക്യാൻ ചേഞ്ച് എനിത്തിങ്. വില്ല് ഈസ് ബേസിക്കലി എ ഡോക്യുമെൻറ്റ് യു ക്യാൻ ചേഞ്ച് എനി ടൈം. പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. വില്ലിലുള്ള പ്രോപ്പർട്ടി നമുക്ക് വിൽക്കാം. മിക്ക ആൾക്കാരുടെയും വിചാരം വില്ല് എഴുതി കഴിഞ്ഞാൽ പിന്നെ ലോക്കായി എന്നാണ്.
അങ്ങനെയല്ല. യു ക്യാൻ റീറൈറ്റ് ദ വിൽ, യു ക്യാൻ ക്യാൻസൽ ദ വിൽ, യു ക്യാൻ സേ ദാറ്റ് ഞാൻ വില്ല് എഴുതിയിട്ട് യു ക്യാൻ റൈറ്റ് അനദർ വിൽ സെയിങ് എൻ്റെ ലാസ്റ്റ് ഇയർ എഴുതിയ വില്ല് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ റൈറ്റ് എ വിൽ. പക്ഷേ ഈ വില്ല് വാലിഡ് വില്ലാണ് അല്ലെങ്കിൽ റിയൽ വില്ലാണെന്ന് എങ്ങനെ അറിയാം ഒരാൾ? അവിടെയാണ് ചാലഞ്ച് ചെയ്യുന്നത്. വില്ല് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണോ വില്ല് എഴുതിയത് എന്ന് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. അദ്ദേഹമാണ് അത് എഴുതിയെന്ന് പറഞ്ഞാൽ അത് വാലിഡ് വില്ലാണ്. ബില്ല് പേപ്പറിൽ എഴുതിയിട്ട് ആരൊക്കെ ഒപ്പ് വാങ്ങിക്കും? നോട്ടറി, വിറ്റ്നസ് ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ വില്ല് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വന്നിട്ട് പറയണം ഞാനിങ്ങനെ വില്ല് എഴുതിയെന്ന്. നിങ്ങൾ എൻ്റെ ബന്ധുക്കളാവണം നിർബന്ധമൊന്നുമില്ല. ഞാൻ നിങ്ങൾ പറയുന്നത് വില്ല് എഴുതുന്നത് ഞാൻ കണ്ടു, ഒപ്പിട്ടത് ഇദ്ദേഹമാണ്, അതാണ് നിങ്ങൾ വിറ്റ്നസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. രണ്ട് വിറ്റ്നസ് മാത്രം. ആ വിറ്റ്നസ് നാളെ കോടതിയിൽ വരണം. നോർമലി വില്ല് എഴുതുന്ന സമയത്ത് നമ്മുടെ അതേ സമപ്രായക്കാരൊക്കെ വെച്ചിട്ട് നമ്മൾ വിറ്റ്നസ് എഴുതുക. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് വില്ല് എഴുതിയ ആൾക്ക് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുന്നില്ല. വിറ്റ്നസ് ചിലപ്പം US കാനഡയിലായിരിക്കും. ഇപ്പം കോടതിയിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ ഹിയറിങ്ങിന് വരിക? അപ്പം എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പറയുന്നത് യു നീഡ് ടു ബി, ആ കോടതിയിലുള്ള കേസാണെങ്കിൽ ആ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരെ തന്നെ വരാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ വിറ്റ്നസ് ആക്കണം എന്നുള്ളത്. തീരെ അപ്രോക്സിമേറ്റ് ഇല്ലാത്ത ഒരാളെ കൊണ്ട് നമുക്ക് അവിടെ കൊണ്ടുവന്നിട്ട് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. ഫാമിലി തന്നെ വിറ്റ്നസ് ആവുമോ? ആക്കാം. നോർമലി ബെനിഫിഷ്യറീസ് വിറ്റ്നസ് ആവാൻ പാടില്ല. അത് ദെൻ ചാലഞ്ച് വിൽ ക്യാൻ ബി ചാലഞ്ച്. അദ്ദേഹം തന്നെ വിറ്റ്നസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനാണ് ബെനിഫിഷ്യറി, സോൾ ബെനിഫിഷ്യറി, ഞാൻ തന്നെ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വന്നിട്ട് ഫാബ്രിക്കേറ്റ് കോടതി, നോട്ടറി, അങ്ങനത്തെ വിറ്റ്നസ് രജിസ്ട്രാർ ഓഫീസിൽ നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്യുന്ന വില്ലിനെ ചാലഞ്ച് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതാണ് വില്ല് രജിസ്ട്രേഷൻ ഇസ് നോട്ട് മാൻഡേറ്ററി, ബട്ട് വി ഓൾവേസ് രജിസ്റ്റർ ദ വിൽ. കാര്യം എന്ന് പറഞ്ഞാൽ നാളെ വില്ല്, കാരണം രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിൽ പോയി നിന്നിട്ടാണോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ അഫിഡവിറ്റ് ഗവൺമെൻറ് റെക്കോർഡിൽ ഇയാൾ വന്ന് റെപ്പോസിറ്റ് ചെയ്യുന്നതാണല്ലോ വില്ലിൻ്റെ അവിടുന്ന് സൈൻ ചെയ്യേണ്ടതല്ല. നമ്മൾ എഴുതിയ ഏത് ഡോക്യുമെന്റ് നമുക്ക് പോയി രജിസ്റ്റർ ചെയ്യാം. ദേ വിൽ ഓൾസോ കീപ്പ് എ കോപ്പി. അതിന് ഓപ്ഷൻ. സിനിമയിൽ വില്ലിൻ്റെ കുറേ കഥകൾ ചിലപ്പോൾ കാണിക്കാറുണ്ട്. അതെ, അത് ഉള്ളത് തന്നെയാണോ? അങ്ങനെ തന്നെയാണോ ശരിക്കും വില്ലിൻ്റെ പരിപാടികൾ? ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ടോപ്പിക്. ഞാൻ സിനിമ അത്യാവശ്യം കാണുന്നൊരു വ്യക്തിയാണ്. ഞാൻ അതിൻ്റേതായ വീഡിയോസൊക്കെ ഒരുപാട് ഫിൻടാക്സ്മെൻറ്റിൽ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു രാജമാണിക്യം സിനിമ ഭയങ്കര ഹിറ്റ് പടമാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഫണ്ണി ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പുറത്ത് പറയാറില്ല, ഞാൻ ആദ്യമായിട്ടാണ് ചിലപ്പം ഇങ്ങനെ ഒരു ഇതിൽ പറയുന്ന മൂവിയെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത് ശരിയല്ല. ജനങ്ങൾ എൻജോയ് ചെയ്ത മൂവിയാണ്. ബട്ട് പ്രാക്ടിക്കലി അതിൽ ഈ ക്യാരക്ടറൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ മക്കളെല്ലാം കൂടി വന്നിട്ട് ഒരു രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യും. പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. മമ്മൂട്ടി അറിയാതെ വന്നിട്ട്, ക്യാരക്ടറിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, മമ്മൂട്ടി അറിയാതെ വന്നിട്ട് ഈ രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോഴാണ് അവിടെ മമ്മൂട്ടി ഉണ്ട്, രജിസ്റ്റർ ഓഫീസിൽ മമ്മൂട്ടി റഹ്മാനൊക്കെ ഉണ്ടാവും, ഓൾറെഡി ഉണ്ട്. ഇതെന്താ പരിപാടി, ഇങ്ങനെ അപ്പോൾ ഈ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റത്തില്ല, ഇത് ഇദ്ദേഹത്തിനും കൂടി അവകാശമുള്ള എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണെന്ന്. ഇത് രാജരത്നപ്പിള്ളി എന്ത് സംതിങ് ഇതാണ്. അപ്പോൾ അതിൽ റഹ്മാൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. റഹ്മാൻ പറയുന്നത് ഇത് 24 വർഷത്തേക്ക് ഇദ്ദേഹത്തിന് കൊടുത്ത പവർ ഓഫ് അട്ടേണിയാണെന്ന്. മമ്മൂട്ടിക്ക് കൊടുത്ത പവർ ഓഫ് അട്ടേണിയാണ്. അതുകൊണ്ട് ഇതും കൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ട് അങ്ങനെയൊക്കെ ഒരു കുറച്ച് ഡയലോഗ് ഉണ്ട്. പ്രാക്ടിക്കലി ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പവർ ഓഫ് അട്ടേണി ഓട്ടോമാറ്റിക് ഇൻവാലിഡ് ആവും. പവർ ഓഫ് അട്ടേണി എന്ന പ്രിൻസിപ്പളും ഏജന്റുമാണ്. ഒരു പ്രിൻസിപ്പൾ ഉണ്ട്, ഏജന്റ് ഉണ്ട്. പ്രിൻസിപ്പൾ ഉള്ളിടത്ത സമയത്താണ് ഏജന്റിന്റെ റോൾ ഉള്ളൂ. പ്രിൻസിപ്പൾ മരിച്ചു കഴിഞ്ഞാൽ പവർ ഓഫ് അട്ടേണി ഇൻവാലിഡ് ആണ് ഇല്ലേ? അപ്പോൾ ആ മൊത്തം മൂവിയിൽ വന്നിട്ട് ആ ക്യാരി ചെയ്യുന്ന ആ പവർ, മമ്മൂട്ടിയുടെ പവർ എന്ന് പറയുന്നത് ഈ പവർ ഓഫ് അട്ടേണി വെച്ചിട്ടാണ്. ആക്ച്വലി അത് ഇൻവാലിഡ് ഡോക്യുമെന്റ് ആണ്. ലീഗലി അങ്ങനത്തെ ഒരു ഡോക്യുമെന്റിൽ വാലിഡിറ്റി ഇല്ല അല്ലേ? അങ്ങനത്തെ ഒരു ഡോക്യുമെന്റ് കോടതി പോയി കഴിഞ്ഞാൽ കോടതി പറയും ഇത് ഇൻവാലിഡ് ആണെന്ന് അല്ലേ? മൂവിയുടെ ഹോൾ പർപ്പസ് തന്നെ പോയി അല്ലേ? ആ സാഹചര്യത്തിൽ ആ ട്വിസ്റ്റിയുടെ അതെ. പക്ഷെ അവിടെ വില്ലായിരുന്നു പറയേണ്ടത്. ഇവിടെ ഗോട്ട് എ വിൽ ടെക്നിക്കലി ഓക്കെയാണ്. അവിടെ പറഞ്ഞത് പവർ ഓഫ് അട്ടോണി വിത്ത് 24 വർഷത്തെ പവർ ഓഫ് അട്ടോണി എന്നാണ് പറയുന്നത്. സോ ആരും ചിലപ്പോൾ ഇതൊന്നും സ്റ്റഡി ചെയ്തിട്ടല്ല ഇതൊന്നും ചിലപ്പോൾ മൂവിയൊക്കെ എടുക്കുന്നുണ്ടാവുക. അത് സാധാരണ ജനങ്ങൾ ഇതേ എൻജോയ്. നോബഡി റഫി ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു വിഷയം? ഒരുപാട് പേർക്ക് ഇതിന്റെ അവയർനെസ് ഉണ്ടാവട്ടെ, ട്രൂ ലെഗസിയിലൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് നമുക്ക് ഇത് പറഞ്ഞു തന്നതിന്. താങ്ക് യു സോ മച്ച്.